ക്ലാസ്സിലേക്ക് നേരെ കടക്കുവാണ്. നമ്മൾ ഓൾറെഡി 15 മിനിറ്റ് നമ്മൾ വൈകി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിജിറ്റൽ വെൽനസ് ഇൻ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആക്ച്വലി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങുകൾ നടത്തുന്നത് AI എങ്ങനെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ കാറ്റഗിസത്തിൽ ഉപയോഗിക്കാം, സ്കൂൾ ടീച്ചേഴ്സിന് ഉപയോഗിക്കാം, കോളേജിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ള വിഷയമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി ഞാൻ അതിനു പുറമെ ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി ഇക്കാലത്ത് വളരെ പ്രസക്തമായി തോന്നിയതുകൊണ്ട് പലയിടങ്ങളിലും എന്നെ ഇങ്ങനെയൊരു ട്രെയിനിങ്ങിനോട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് മാത്യൂസിനോട് ചോദിച്ചു, ഇന്ന് നമ്മൾ ഏത് വിഷയത്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? AI ടൂൾസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആകണമോ, അതോ ഡിജിറ്റൽ വെൽനസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആകണമോ? അപ്പൊ അച്ഛനാണ് നിർദ്ദേശിച്ചത് ഇന്ന് നമുക്ക് ഈ ഒരു വിഷയം ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. പിന്നീട് വേണമെങ്കിൽ വേറൊരു ദിവസം നമുക്ക് കാറ്റഗിസത്തിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം എന്ന രീതിയിലൊരു സെഷൻ നടത്താം. ഇതിനോടകം വരാപ്പുഴ അതിരൂപതയിലും മറ്റു പല രൂപതകളിലും കാറ്റഗിസം ടീച്ചേഴ്സിന്, എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഒക്കെ കാറ്റഗിസം ടീച്ചേഴ്സിന് എങ്ങനെ AI ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് സെഷൻ ഓഫ്ലൈൻ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ചില വാർത്തകൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. ഇത് ഒരു 2 ആഴ്ച മുന്നേ നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ഒരു വീട്ടിൽ 7ാം നിലയിലുണ്ടായിരുന്ന ഫ്ലാറ്റിന്റെ 7ാം നിലയിൽ നിന്ന് ഒരു വീട്ടിലെ 3 പെൺമക്കൾ, അവര് ബോംബെയിലാണ്, അവര് രാത്രി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന്റെ കാരണമായി അവർ എഴുതി വെച്ചത്, ഞങ്ങൾക്ക് ഫോൺ ഇല്ലാതെ സാധിക്കത്തില്ല, ഞങ്ങൾക്ക് ഈ ഗെയിം മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്നാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വാർത്ത വന്ന അതേ പത്രത്തിന്റെ തന്നെ ഫ്രണ്ട് പേജിൽ ഇവിടെ കാണാം മറ്റൊരു വാർത്ത. ഭോപ്പാലിൽ 14കാരൻ ജീവനൊടുക്കി, മൊബൈൽ ഗെയിമിന് അടിമയായ 14കാരൻ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ 2 വാർത്തയാണ് ആ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചത്. അപ്പൊ ഈ കുട്ടികൾ സോറി മമ്മ, സോറി പപ്പ, ഞങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റില്ല, പപ്പ ഞങ്ങളുടെ ഫോൺ മേടിച്ച് വെച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല എന്നാണ് അവർ എഴുതി വെച്ചത്. ഏതാണ്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വന്നത് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ഈ ഒരു പെൺകുട്ടി, അവള് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരു കൊറിയൻ യുവാവ് മരിച്ചു. അവളുടെ ആത്മഹത്യക്കുറിപ്പ് ഇംഗ്ലീഷിലാണ്, ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. അവള് പറയുന്നത് 2 ആഴ്ചയായിട്ട് ഞാനൊരു കൊറിയൻ യുവാവുമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ അവൻ എന്റെ വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, അവൻ എല്ലാ പരിഹാരം പറയുന്നുണ്ട്, അവൻ എനിക്ക് വേണ്ടി സമയം തരുന്നുണ്ട്. എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി സമയം തരുന്നില്ലാത്തതിനേക്കാൾ കൂടുതലായി, എന്റെ സഹോദരങ്ങളെക്കാൾ കൂടുതലായി അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി 1:30 അവൻ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതാരോ അവന്റെ സുഹൃത്തുക്കൾ ആരോ എനിക്ക് മെസ്സേജ് ഇട്ടു. അവനോട് ചാറ്റിംഗ് ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഈ കുട്ടി പാറമടയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. പാറമടയിലെ വെള്ളക്കെട്ടിലാണ് അവളുടെ ബോഡി കണ്ടത്. അതുപോലെ അടുത്ത കാലത്ത് വന്ന ഒരു വാർത്തയാണ് നമ്മുടെ തന്നെ നാട്ടിൽ കൊല്ലത്ത്. ഈ കുട്ടി ചേട്ടൻ ഫോൺ മേടിച്ചു വെച്ചു, ചേട്ടൻ അനിയനും ഫോൺ കളിക്കുമായിരുന്നു. അപ്പൊ അനിയന്റെ അടുത്ത് നിന്ന് ചേട്ടൻ ഫോൺ തട്ടിപ്പറിച്ച് മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ജീവനൊടുക്കി എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ കുട്ടി 14 വയസ്സാണ്, അമ്മ വഴക്ക് പറഞ്ഞു, അമ്മ ഫോൺ മേടിച്ചു വെച്ചു എന്നതിന്റെ പേരിൽ. ഈ വാർത്തകളൊന്നും ഒറ്റപ്പെട്ട വാർത്തകളല്ല. ഇവിടെ തന്നെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ, ഞാൻ തേവര എസ്എച്ച് കോളേജിൽ പഠിപ്പിക്കുകയാണ്. എന്റെ ഒരു അറിവിൽ ഇവിടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ സമാനമായ പല വാർത്തകൾ വന്നിട്ടുണ്ട്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെയും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപികയിൽ ഒരു എഡിറ്റോറിയൽ, ഫെബ്രുവരി 6-ാം തീയതി വന്ന എഡിറ്റോറിയൽ വളരെ വളരെ ശ്രദ്ധേയമായിരുന്നു. കടസിക്കളിക്ക് മുൻപ് കുട്ടികളെ രക്ഷിക്കണം എന്നായിരുന്നു അതിന്റെ ടൈറ്റിൽ. അപ്പൊ അതുകൊണ്ട് സമൂഹം, അധ്യാപകർ, രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള അഡിക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ദീപിക ആ എഡിറ്റോറിയലിൽ പറഞ്ഞു വെച്ചത്. ഈ ദിവസങ്ങളിൽ എല്ലാ പത്രമാധ്യമങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്, ഇതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ള ചർച്ചകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വളരെ സമകാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലകരായ നിങ്ങളുടെ കാറ്റഗിസത്തിൽ വരുന്ന കുട്ടികൾക്ക് കേവലം അവരെ ബൈബിൾ മാത്രം അല്ലെങ്കിൽ അവരെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ മാത്രം പഠിപ്പിച്ച് ബൈഹാർട്ട് പഠിപ്പിച്ച് പരീക്ഷ എഴുതുന്നതല്ലാതെ അവർ അവരുടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ എങ്ങനെ നിയന്ത്രണ വിഷയമാക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു
ഒരു കൈയിൽ ബൈബിളും മറു കൈയിൽ ന്യൂസ് പേപ്പറും പിടിച്ചുകൊണ്ട് വേണം അൾത്താരയിൽ നിന്നുകൊണ്ട് ഒരു വൈദികൻ പ്രസംഗിക്കേണ്ടത് എന്നൊരിക്കൽ ഞാൻ കേൾക്കുകയുണ്ടായി. എന്ന് പറയുന്നത് ഒരു കാറ്റഗിസ് അധ്യാപകനും അധ്യാപികയും ഒരു കൈയിൽ ബൈബിളും വിശുദ്ധന്മാരുടെ ജീവചരിത്രവും പിടിക്കുമ്പോൾ തന്നെ മറ്റേ കയ്യിൽ ന്യൂസ് പേപ്പറും പിടിക്കണം. എന്താണ് ഈ സമകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിലും രീതികളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിന് വാർത്തകളും അതിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള മതബോധന ശ്രമമാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ വായിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് വരുന്നത്. ഈ പുസ്തകത്തിന്റെ പേര് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്നാണ്. ജോണാഥൻ ഹൈഡിറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ് ഇത് എഴുതിയത്. 2024 എഴുതിയ പുസ്തകമാണ്. പക്ഷേ ഈ 2 വർഷം കൊണ്ട് തന്നെ വളരെയേറെ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട, വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ബെസ്റ്റ്സെല്ലറായി മാറിയ ഒരു പുസ്തകമാണ്. ഇതിന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉത്കണ്ഠാകുലമായ തലമുറ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന കാലത്തിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള സയന്റിഫിക് ആയ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വീണ്ടും വളരെ ക്യൂരിയസ് ആയിട്ട് ഈ ദിവസങ്ങളിൽ നെറ്റിൽ പോയിട്ട് ഇതിന് സമാനമായ മറ്റു കുറച്ച് പുസ്തകങ്ങൾ കൂടി ഡൗൺലോഡ് ചെയ്തു. അതിൽ ഒന്നിന്റെ പേര് ഗ്ലോ കിഡ്സ് എന്നാണ്, മറ്റൊന്നിന്റെ പേര് ഹൗ ടു അൺപ്ലഗ് യുവർ ചൈൽഡ് എന്നാണ്. പിന്നീട് വീണ്ടും കുറച്ച് പുസ്തകങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് ഓഫ് യുവർ ഡിജിറ്റൽ ഡീടോക്സ് ഫോർ എ ബെറ്റർ ലൈഫ്, സ്റ്റോപ്പ് സ്റ്റെയറിംഗ് അറ്റ് സ്ക്രീൻസ്, മൈ ബ്രെയിൻ ഹാസ് ടു മെനി ടാബ്സ് ഓപ്പൺ, ദ ടീനേജ് ഗൈഡ് ടു ഡിജിറ്റൽ വെൽബീയിങ്. ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് ആമസോണിൽ വായിക്കാൻ അവൈലബിൾ ആണ്. ഞാൻ ഇത് കുറെ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വായിച്ച് അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഞാൻ ഈ ഒരു ക്ലാസ് ഒരുങ്ങിയത്. ഈ ഒരു ക്ലാസ് ഇതിനു മുൻപ് എറണാകുളം അങ്കമാലി രൂപതയിലെ പല കൊറോണകളിലും ഓൺലൈനായിട്ട് പേരൻസിന്, ടീച്ചേഴ്സിന് കൊടുക്കാൻ ഇടയായി. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റർ നമ്മുടെ വരാപ്പുഴ അതിരൂപതയിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്ത ഒരു ഗൂഗിൾ മീറ്റിൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ 8 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് കഴിഞ്ഞ നവംബർ മാസത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാറ്റഗിസം ടീച്ചേഴ്സിന് ഈ ഒരു സെഷൻ എടുക്കാനിടയായി. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക്, പിന്നെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയം കൊടുത്തപ്പോൾ ഉണ്ടായ ഫീഡ്ബാക്കാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണ നൽകിയത്. അതിന്റെ ഫലമായി ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ഏതാണ്ട് ഒരു മാസം ഇരുന്ന് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് സ്റ്റഡി ചെയ്ത് ഒരു പുസ്തകം എഴുതാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന്റെ പേര് ഡിജിറ്റൽ വെൽനസ് എന്നാണ്. ഏതാണ്ട് 140ഓളം പേജുകളുള്ള ഒരു പുസ്തകമാണ് ഡിജിറ്റൽ വെൽനസ്. ഇത് മൾട്ടി കളറിലാണ് അത് ചെയ്തത്. ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. എറണാകുളം ഇത് എങ്ങനെയാണ് ഇന്നത്തെ ഈ വളരെ ശാസ്ത്രീയമായി എന്താണ് ഒരു സ്മാർട്ട് ഫോണിന് അടിമയാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ ബ്രെയിനിനെ അത് എങ്ങനെ സ്വാധീനിക്കും, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അത് ഉറക്കക്കുറവിനെ എങ്ങനെ സാധിക്കുന്നു, ഏകാഗ്രതയെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിനകത്ത് എങ്ങനെ രക്ഷപ്പെടാം, അതിനുവേണ്ടി കുടുംബത്തിൽ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ എന്ത് ചെയ്യണം, തുടങ്ങിയ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിന്റെ ഫലമായിട്ട്, അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും വേദപാഠത്തിന്റെ +2 ഈ വർഷം പാസ്സായ ഏതാണ്ട് 3000 കുട്ടികൾക്ക് രൂപത ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ അത് ഒരു സ്പോൺസറുടെ സഹായത്തോടെ രൂപത അത് ആവശ്യപ്പെട്ട ഇടവകൾക്കെല്ലാം എത്തിക്കുകയും വിശ്വാസ പ്രഖ്യാപനം എന്നൊരു ചടങ്ങുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. കാറ്റഗിസം 12 വർഷം പഠിച്ച കുട്ടികൾ ഒരു ദിവസം പള്ളിയിൽ വന്ന് അവർക്ക് വേണ്ടി പ്രത്യേക കുർബാന, പ്രത്യേക പ്രാർത്ഥന, അതിനുശേഷം വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ശേഷം അവർക്ക് ജപമാല, ബൈബിളൊക്കെ കൊടുക്കുന്നതിന്റെ കൂടെ അവർക്ക് ഈ ഒരു പുസ്തകം കൂടിയാണ് ഈ വർഷം ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ അത് വായിച്ച ഒത്തിരി പേരുടെ അടുത്തു നിന്നും, പേരൻസിന്റെ അടുത്തു നിന്നും, ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നും ഈ ദിവസങ്ങളിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് ഇതിന്റെ കുറച്ച് കോപ്പികൾ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു മീറ്റിംഗിൽ കൊടുക്കുകയുണ്ടായി. ഞാൻ അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഇനിയാവും അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം കൂടി എഴുതിയതും അതിന് ഒത്തിരി പേര് ഇതിന് സപ്പോർട്ട് ചെയ്തതും, പ്രത്യേകിച്ച് ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പുസ്തകത്തിന് ഒരു ആശംസ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനൊരു ആശംസ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇത് ഇന്ന് കാലിക പ്രസക്തമായ വിഷയമാണ്. ഇത് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്താണ് നമ്മളുടെ ഈ 2 മാസത്തെ പരിശീലന പരിപാടിയിലെ ആദ്യത്തെ വിഷയമായി ഡിജിറ്റൽ വെൽനസ് എന്ന് പറയുന്ന ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ജനറേഷനുകളെ സോഷ്യൽ സയന്റിസ്റ്റ് പല പല ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. 1928 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെ സൈലന്റ് ജനറേഷൻ എന്ന് പറയുന്നു. 46 മുതൽ 64 വരെയുള്ളവരെ ബൂമേഴ്സ് എന്ന് പറയുന്നു. 65 മുതൽ 80 വരെ ഉണ്ടായവരെ ജെൻ എക്സ് എന്നും,
തുടർന്ന് 96 വരെയുള്ളവരെ ജെൻ വൈ എന്നും 97 മുതൽ 2012 വരെ ജെൻ സി പിള്ളേരെന്ന് പറയുന്നു. ജെൻ ആൽഫ എന്ന് പറയുന്നത് 2013 മുതൽ 24 വരെയുള്ളവരാണ്. എന്നാൽ 2025 മുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ 1 വയസ്സൊക്കെ ആയ ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ്. ഇങ്ങനെ ഈ തലമുറകളെ തിരിക്കാൻ ഒരു കാരണം, ഓരോ തലമുറയിലും ഓരോ കാലഘട്ടത്തിലും അതിന്റെ പശ്ചാത്തലമായി ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, ആളുകളുടെ ഫിലോസഫിയിൽ അവരുടെ ദാർശനികപരമായ മാറ്റങ്ങൾ, അവരുടെ എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ഭക്ഷണ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ, ഫാഷനിൽ വരുന്ന മാറ്റങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ആയിട്ടാണ് ഓരോ കാലഘട്ടത്തിനും ഓരോ ചിന്താഗതികളുണ്ട്, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, പെരുമാറ്റ ശൈലികളുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തലമുറകളെ വിഭജിക്കുന്നത്. ഞാൻ വായിച്ച ജോനാഥൻ ഹൈഡിറ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെ 3 തരത്തിലേക്ക് അദ്ദേഹം തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സ്മാർട്ട് ഫോണിന് മുന്നേ ഉള്ള കാലഘട്ടമാണ്, ഏർലിയർ ടെക്നോളജി എന്നാണ് അദ്ദേഹം പറയുക. ഞാനൊക്കെ 1980കളിലാണ് എൻ്റെ സ്കൂൾ ജീവിതം. അപ്പൊ ആ കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ്: റേഡിയോ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ, ടേപ്പ് റെക്കോർഡർ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും ആഡംബരമായ ടെക്നോളജികൾ. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, ഞാൻ 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഒരു TV എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. അപ്പൊ അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ചേട്ടൻ ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി മരിച്ചതിന്റെ ചടങ്ങ് കാണാൻ വേണ്ടിയാണ് അദ്ദേഹം തന്നെ ഒരു TV മേടിച്ചത്. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലുള്ള വലിയൊരു പ്ലാവിന്റെ കമ്പെല്ലാം വെട്ടിയിറക്കി അതിന്റെ മേലെ വലിഞ്ഞു കയറി ഒരു ആണ്ടിനെ വെച്ച് കെട്ടി അദ്ദേഹം ആ TV അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഓൺ ആക്കിയപ്പോഴത്തേക്കും ആ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കൂട്ടം മുഴുവൻ ഒരു ഈച്ച പൊതുന്ന പോലെ ആ വീടിന്റെ മുറ്റത്ത് വരികയും അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് വരികയും ഒക്കെ ചെയ്തത് 84ലാണ്. അധികം വർഷങ്ങൾ അവിടെ തുടങ്ങി ഈ സ്ക്രീൻ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്ന, വീടിനകത്ത് ഉണ്ടായിരുന്ന ആ സ്ക്രീൻ പിന്നീട് അങ്ങനെ വന്ന് നേരത്തെ അതിനു മുന്നേ നമുക്കൊരു സിനിമാ തിയേറ്ററിലെ വലിയ സ്ക്രീൻ ആയിരുന്നു. പിന്നീട് അത് വീടിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയുടെ ഒരു സ്ക്രീനായി, പിന്നെ അത് കളർ TVയുടെ സ്ക്രീനായി, പിന്നീട് അത് മൊബൈൽ ഫോണിന്റെ സ്ക്രീനായി, ഇന്നിപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ ഒരു ചെറിയ ലാപ്ടോപ്പിന്റെ സ്ക്രീനായി, പിന്നെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനായി. സോ പതിയെ നമ്മുടെ ജീവിതങ്ങൾ സ്ക്രീനിലേക്ക് മാറി വരുന്ന ഒരു കാലം ഉണ്ടായത് എനിക്ക് തോന്നുന്നു 1984 വീടുകളിലൊക്കെ ആദ്യമായി ഒരു TV മേടിച്ച സമയം മുതലാണ്. എന്നാൽ 2000 ആണ്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടായ ഒരു വലിയ വിപ്ലവമാണ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ വന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, അതിനു മുന്നേ നമുക്ക് ലാൻഡ് ഫോൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബോംബെയിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്കോ ഒക്കെ ഒരു ഫോൺ വിളിക്കണമെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് കാത്തിരുന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്ന് വിളിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അത് 1980കളിൽ പോലും അങ്ങനെയായിരുന്നു. അവിടെ നിന്നും 2000 ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നീട് ലാൻഡ് ഫോൺ വീടുകളിൽ വന്നു. ലാൻഡ് ഫോൺ വീടുകളിൽ വന്ന ലാൻഡ് ഫോണിന് ഒരു പരിമിതിയുണ്ട്. ലാൻഡ് ഫോണിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ടാണ് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വന്നത്. ഒരുപക്ഷെ നോക്കിയയുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ, സാംസങ്ങിന്റെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മൊബൈൽ ഫോൺ വന്നതോടുകൂടി വീടിനകത്തുണ്ടായ ഒരു പ്രത്യേകത എന്താണ്? സേ ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടില് 10ൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവനെ അല്ലെങ്കിൽ അവളുടെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ മറ്റൊരാൾ ഫോൺ വിളിക്കുവാണ്. അപ്പൊ ലാൻഡ് ഫോൺ ആണെങ്കിൽ ആ ഫോൺ ആരാ എടുക്കുന്നത്? വീട്ടിലെ അപ്പൻ, അമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി ആ ഫോൺ എടുക്കും. അപ്പൊ ചോദിക്കും, ആരാ വിളിക്കുന്നത്? ഒരു ഇന്നയാളെ വിളിക്കുന്നത്. ആരെയാ വേണ്ടത്? ഇന്നയാളെയാണ്. നീ ആരാണ്? എന്തിനാണ് വിളിക്കുന്നത്? ഇങ്ങനെ നമുക്കൊരു പ്രൈവസി ഇല്ല. നമ്മളെ ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ വീട്ടിലുള്ള പലരും ഫോൺ എടുത്ത് അയാളെ സ്ക്രീൻ ചെയ്ത് എന്തിനാ വിളിക്കുന്നത്, ആരാ വിളിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് നമുക്ക് ഫോൺ കിട്ടത്തുള്ളൂ. പിന്നെയാണെങ്കിലോ നമ്മൾ പബ്ലിക് ആയിട്ടാണ് സംസാരിക്കാൻ. കാരണം അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല. എന്നാൽ മൊബൈൽ ഫോൺ വന്നുകൂടി ഉണ്ടായ വലിയൊരു വിപ്ലവം എന്താണ്? നമുക്കൊരു കോൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് മുറിക്കകത്ത് കയറി വാതിലടച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പ്രൈവസി തന്നു എന്നുള്ളതാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ തന്നത്. എന്നാൽ 2007 ഒക്കെ ആയപ്പോഴത്തേക്ക് വേണ്ട സ്മാർട്ട് ഫോൺ നമ്മുടെ കൈകളിലെത്തി. കളറായിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്താണ്? ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് ചുവടുമാറി. എന്നാൽ 2012 വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നു ദ ഗ്രേറ്റ് റീവയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്താണ് ഗ്രേറ്റ് റീവയറിംഗ്? ഭയങ്കര ഒരു വിപ്ലവകരമായ കാര്യം ഉണ്ടായത് ഈ സ്മാർട്ട് ഫോണുകളിൽ ഫ്രണ്ടിൽ ഒരു ക്യാമറ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റൊരാളുടെ ഫോട്ടോ എടുക്കാം, ഒരു പ്രകൃതി ദൃശ്യത്തിന്റെ ഫോട്ടോ എടുക്കാം, സൂര്യോദയമോ സൂര്യാസ്തമയോ പൂക്കളോ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉണ്ട്, നമുക്ക് നമ്മളെ തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വന്നു. ആ നമ്മളെ തന്നെ സെൽഫി എടുക്കുന്ന ആ കാലം 2010-12 സമയത്ത് വന്നപ്പോഴത്തേക്കുമാണ് എന്താണ് സോഷ്യൽ മീഡിയ രംഗപ്രവേശം ചെയ്തത്. നമ്മൾ എടുത്ത ആ സെൽഫി ഫോട്ടോ നമുക്ക് അതിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് കുറച്ചുകൂടി നിറം കൂട്ടി ബാക്ക്ഗ്രൗണ്ട് മാറ്റി അതിനെ ക്യൂറേറ്റ് ചെയ്ത്
നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ആളുകൾ എന്ത് പറയുന്നു, നമ്മളെ കുറിച്ച് നമ്മൾ മിടുക്കിയാണ്, കൊള്ളാം, വെരി ഗുഡ്, അപ്പൊ ഒരു തംസപ്പ്, ലൈക്സ്, ഷെയർ, കമന്റുകൾ ഒക്കെ വന്നു തുടങ്ങി. അത്തരത്തിൽ സോഷ്യൽ മീഡിയ വന്നത് ഏതാണ്ട് 2012 കൂടിയാണ്. ആ ഒരു സമയമായപ്പോഴത്തേക്കും എന്താണ്, ആളുകളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ജെൻ സി പിള്ളേരാണ് ആദ്യമായിട്ട് ദ ഫസ്റ്റ് ജനറേഷൻ ടു ഗോ ത്രൂ പ്യൂബർട്ടി വിത്ത് എ പവർഫുൾ ഇന്റർനെറ്റ് പോർട്ടൽ. അപ്പോഴത്തേക്കും ഇന്റർനെറ്റ് വളരെ സ്ട്രോങ് ആയി. നമുക്കൊക്കെ ഫോണിൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. നേരത്തെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടണമെങ്കിൽ എളുപ്പമായിരുന്നില്ല. അപ്പൊ നമുക്ക് ഫോണിൽ തന്നെ നെറ്റ് കിട്ടാൻ തുടങ്ങി. അത് പിന്നീട് വളരെ പതിയെ വന്നപ്പോഴത്തേക്ക് എല്ലായിടത്തും നെറ്റ് കിട്ടാൻ തുടങ്ങി. ജിയോ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നെറ്റ് കൊടുത്തു. സോ നമ്മുടെ എല്ലാവരുടെയും കൈവെള്ളയിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ കാണാൻ പറ്റുന്ന, സ്ക്രീൻ കാണാൻ പറ്റുന്ന, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിട്ട് കഴിഞ്ഞ ഒരു 10 വർഷം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് വന്നത്. അങ്ങനെയാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗപ്രവേശം ചെയ്തത്. 2010 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ പിള്ളേരെയാണ് ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കാറ്റഗിസം പഠിപ്പിക്കുന്ന പിള്ളേരിൽ ഭൂരിഭാഗം പേരും ഈ ഒരു ജനറേഷനിൽ പെട്ട കുട്ടികളായിരിക്കാം. ജനറേഷൻ ആൽഫയുടെ പ്രത്യേകത എന്ത് എന്ന് നിങ്ങൾക്ക് ഈ വിഷ്വലിൽ തന്നെ വ്യക്തമാണ്. അവര് സ്ക്രീൻ ഫോക്കസ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ എന്താണ്, മുതിർന്ന ആളുകൾക്ക്, പ്രായമായ ആളുകൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ തോണ്ടാനും പിടിക്കാനൊക്കെ നല്ല ടഫാണ്. എന്റെ അപ്പച്ചൻ 54 വയസ്സായി, ഇപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നത് പഴയ ഫോണാണ്. ഞാനൊരു സ്മാർട്ട് ഫോൺ കൊടുത്തെങ്കിലും അപ്പച്ചൻ അത് ഉപയോഗിക്കാൻ ഇപ്പോഴും അതിനെ വേണ്ട വിധം തോണ്ടാനും പിടിക്കാനും വശമില്ല. പ്രായമായ വ്യക്തികൾക്ക് ഇപ്പോഴും അതിനുള്ള വശമില്ല. എന്നാൽ 2, 3, 4 വയസ്സായ കുഞ്ഞുങ്ങൾ എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്നത് എന്ന് മുതിർന്നവർ അത്ഭുതപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീനിൽ തന്നെ, ജനറ്റിക്കലി തന്നെ ആ ടച്ച് സെൻസ് അവർക്ക് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ജനറേഷൻ ആൽഫ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 ലോകത്തെ മുഴുവൻ അടുക്കിക്കൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് COVID-19 എന്ന് പറയുന്ന ഒരു പകർച്ചവ്യാധി ലോകത്തിലേക്ക് വന്നത്. COVID-19 വന്നപ്പോഴത്തേക്കും നമ്മൾ നിശ്ചലമായി എന്ന് കരുതിയെങ്കിലും നമുക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും, നമുക്ക് ലാപ്ടോപ്പും ഗൂഗിൾ മീറ്റും സൂം മീറ്റും എല്ലാം നമ്മളെ വീണ്ടും കണക്ട് ചെയ്തു, അല്ലെ? നമുക്ക് ടീച്ചർമാർക്ക് ക്ലാസ് മുറിയിൽ ക്ലാസ്സിൽ പോയില്ലെങ്കിലും വീടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സൂമിലൂടെ. അത്തരത്തിൽ നമുക്ക് ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീനുകൾ നമുക്ക് ഒരു കണക്ടിവിറ്റി സാധ്യമാക്കി. ഇമാജിൻ, ഈ COVID-19 കാലഘട്ടത്തിൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നെങ്കിൽ, നമുക്ക് ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിപ്പോയേനെ. നമുക്ക് യാതൊരു രീതിയിലുള്ള കണക്ടിവിറ്റിയും സാധ്യമാകാതെ എല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിപ്പോയേനെ. പക്ഷെ അപ്പോഴും നമ്മുടെ ജീവിത സത്യത്തിൽ ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആണ് എന്നതിൽ നമുക്ക് സ്മാർട്ട് ഫോണിന് നന്ദി പറയാം. അങ്ങനെ നമ്മൾ 1-2 വർഷം, 2-2.5 വർഷത്തോളം COVID-19 പാൻഡമിക്കിന്റെ പിടിയിൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മൾ അറിയാതെ തന്നെ COVID-19 പാൻഡമിക് കടന്നുപോയപ്പോൾ തന്നെ ആ എപ്പിഡമിക്കിനോട് തന്നെ പാരലായി മറ്റൊരു പകർച്ചവ്യാധി എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു എപ്പിഡമിക് നമ്മളെല്ലാവരെയും ഗ്രാബ് ചെയ്തു. അത് ഇന്റർനെറ്റിന്റെയും ഫോണിന്റെയും അഡിക്ഷനാണ്. ഈ 2-2.5 വർഷം നേരത്തെയൊക്കെ പിള്ളേർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറയും, അത് മാറ്റിവെക്കാൻ പറയുമായിരുന്നു. പക്ഷേ ഈ 2-2.5 വർഷം കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും, ഒരു വീട്ടിൽ 3 പിള്ളേരുണ്ടെങ്കിൽ 9-ൽ ഒരാള്, 10-ൽ ഒരാള്, +2 ഒരാള്, അപ്പൊ 3 പേർക്കും ഒരേ സമയത്ത് ക്ലാസ് വരുമ്പോൾ ഒരു പഴയ ഫോണാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോണാണെങ്കിലും 3 പേർക്കും മേടിച്ചു കൊടുത്തു. അത് ആ ഒരു 2-2.5 വർഷം ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ അതിലെപ്പോഴും നോക്കി തോണ്ടി അത് സോഷ്യൽ മീഡിയ ആണോ ഉപയോഗിക്കുന്നത്, പഠിക്കാനുള്ളതാണോ ഉപയോഗിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ അറിയത്തില്ലാതെ വന്ന പേരൻസിനും ടീച്ചേഴ്സിനും അറിയത്തില്ലാതെ വന്നപ്പോഴത്തേക്കും പതിയെ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. അതുകൊണ്ട് തന്നെ 2022, 23 കഴിഞ്ഞ് 24, 25, 26 ആയപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ രീതികളും നമ്മുടെയൊക്കെ സ്വഭാവവും എല്ലാം, നമ്മുടെയൊക്കെ സമയം എല്ലാം ഈ ഒരു ചെറിയ യന്ത്രത്തിന്, സ്മാർട്ട് ഫോണിന് ചുറ്റുമായി മാറി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഒരു 2010 ഒരു മനുഷ്യൻ, അയാൾ ഒരു വനവാസത്തിന് പോയി എന്ന് കരുതുക. അയാളൊരു ഫോറസ്റ്റിൽ താമസിക്കാൻ വേണ്ടി പോയി. ഒരു 15 വർഷം കഴിഞ്ഞ് 2015 അല്ലെങ്കിൽ 2026 അയാൾ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അയാൾ നോക്കുമ്പോൾ ഈ 10-15 വർഷം കൊണ്ട് ലോകത്ത് വന്ന വ്യത്യാസങ്ങൾ അയാൾ ശ്രദ്ധിച്ചാൽ അയാൾ ആകെ അമ്പരന്ന് പോകും. കാരണം ഈ 15 വർഷം മുന്നേ ഉണ്ടായിരുന്ന ലോകമേ അല്ല. അയാളൊന്ന് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എന്തോ ഒരു സാധനത്തെ ഇങ്ങനെ തോണ്ടി നടന്നു പോകും. ആരും പരസ്പരം നോക്കുകയോ ഗുഡ് മോർണിംഗ് പറയുകയോ അഭിവാദം ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവനിപ്പോ ഞാൻ കോളേജിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെയാണേലും എന്താണ്, എന്റെ കൂടെ നടക്കുന്ന പിള്ളേര് ആ സമയത്ത് കോളേജിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോണിൽ തോണ്ടി ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് അല്ലെങ്കിൽ എന്തോ കേട്ടോണ്ട് ഇങ്ങനെ വരികയാണ്. വരാന്ത കൂടെ നടക്കുമ്പോൾ എതിരെ വരുന്ന ആളുകളെ കൂട്ടിയിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒഴിഞ്ഞു മാറണം. അവരിങ്ങനെ തോണ്ടി വരികയാണ്. ഗുഡ് മോർണിംഗ് സാർ എന്ന് മുഖത്ത് നോക്കി പറയുന്ന, പുഞ്ചിരിക്കുന്ന,
അഭിവാദം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അത്തരത്തിൽ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് ഈ സ്ക്രീനിലേക്ക് നോക്കി പോകുന്ന ഒരു രംഗമാണ് അയാൾ കാണാനിടയാവുക. വീണ്ടും ആളൊരു ട്രെയിനിൽ കയറുവാണെങ്കിലോ, ആ ട്രെയിനിൽ കയറി അപ്പൊ തന്നെ വേഗം കീസയിൽ നിന്നൊരു സാധനം എടുത്ത് അതിലിങ്ങനെ നോക്കി കുനിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. പണ്ടൊക്കെ നമ്മൾ മലബാറിൽ നിന്നും ഒന്ന് എന്റെ വീട് തലശ്ശേരി അതിരൂപതയിലാണ്, പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ കോട്ടയത്തിനോ ആലുവ സെമിനാരിയിലാണ് ഞാൻ പഠിച്ചത്. ആലുവയ്ക്ക് വരുന്ന വഴിക്ക് നമ്മളൊക്കെ നമ്മുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്ന പലരെയും നമ്മൾ പരിചയപ്പെടും, അവരോടൊക്കെ മിണ്ടും, വർത്താനം പറയും. സോഷ്യൽ ഇന്ററാക്ഷൻസ് നന്നായി നടക്കുമായിരുന്നു. ഇപ്പൊ എന്താണ്, ഒരാൾ കണ്ണൂർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് തോണ്ടിക്കൊണ്ട വരിക. അതിൽ കയറി ഇരുന്നു, അപ്പൊ തന്നെ ഫോൺ എടുത്തു, മുമ്പിൽ ആര് ഇരിക്കുന്നു, ആര് വരുന്നു, ആര് പോകുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ കയറി ആലുവ വരുന്നവരെ അടുത്തിരിക്കുന്നവരോട് മിണ്ടുക മാത്രമല്ല, ജനലിൽ കൂടെ നോക്കി എന്തേരം മനോഹരമായ കാഴ്ചകളുണ്ട്. ഞാനിപ്പോ ഒന്ന് കണ്ണടയ്ക്കുവാണെങ്കിൽ എനിക്ക് കണ്ണൂർ മുതൽ തലശ്ശേരി മുതൽ ആലുവ വരെയുള്ള ആ ട്രെയിൻ വരുന്ന ആ വഴി മുഴുവൻ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഭാരതപ്പുഴയും ആലുവ പുഴയും വരുന്ന വഴികളെല്ലാം എനിക്ക് ഷൊർണ്ണൂരും പട്ടാമ്പിയും എല്ലാം എനിക്കിങ്ങനെ മനസ്സിൽ തെളിയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്ന എത്ര പേരുടെ മനസ്സിൽ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന വഴികളിലെ ദൃശ്യങ്ങൾ തെളിയുന്നുണ്ട്. കാരണം എന്താ, ആരും ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നില്ല, എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് ഫോണിലേക്ക് നോക്കി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനിടയായി. വന്ദേ ഭാരതില് ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരികയാണ്. ഒരു കമ്പാർട്ട്മെന്റിൽ കയറി, നമുക്കറിയാം അത് എ സി കമ്പാർട്ട്മെന്റ് ആണ്. എന്റെ പുറകിലിരുന്ന ചേട്ടൻ, എന്റെ ഇപ്പുറത്തിരിക്കുന്ന ചേട്ടൻ, ഇപ്പുറത്തിരിക്കുന്ന എല്ലാവരും മൊബൈൽ ഫോണിന്റെ അകത്ത് ഭയങ്കര ഒച്ചയില്. ഒരു ഹെഡ്സെറ്റ് വെച്ച് അത് കേൾക്കുകയാണെങ്കിൽ അടുത്തൊരു ശല്യം ഉണ്ടാകത്തില്ല. അപ്പൊ അവരിങ്ങനെ എന്താണ്, ഹെഡ്സെറ്റ് ഒന്നും ഇല്ല, ഓരോരുത്തരും അതിൻ്റെ അകത്ത് ന്യൂസ് കാണുന്നു, പാട്ട് കേൾക്കുന്നു, ഇത് കാണുന്നു. ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ ബഹളമയമാണ്. പിന്നെ എന്താണ്, ആർക്കെങ്കിലും ഒരു ഫോൺ വരുമ്പോഴത്തേക്ക്, ഹലോ, ഞാൻ വന്ദേ ഭാരതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്, പിന്നെ ഉണ്ടല്ലോ വീടിന്റെ അകത്ത് അല്ലേ, അവിടെ എന്റെ ബെഡിന്റെ അടിയിൽ ഇത്ര ഒരു താക്കോലുണ്ട്, അതെടുത്ത് തുറന്നു കൊടുക്കണം. ഇങ്ങനെ ഉറക്കെ എല്ലാവരും ആകപ്പാട് ബഹളമയമാണ്. അപ്പൊ ഒരു 15 വർഷം മുന്നേ ഒരു ട്രെയിൻ യാത്ര ചെയ്ത ഒരു സേനയല്ല, എല്ലാവരും ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ ഇത് ഫോണിന്റെ അകത്ത് ഭയങ്കര ഒച്ചയിൽ യൂട്യൂബ് വീഡിയോ വെച്ചിട്ട് എനിക്ക് ഭയങ്കര അസഹ്യമായിട്ട് ഞാൻ ഇങ്ങനെ അയാൾ 2-3 പ്രാവശ്യം ഞാൻ നോക്കി, ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷെ അത്തരത്തിൽ ഇന്ന് ഡിജിറ്റൽ കേർട്സി അല്ലെങ്കിൽ ഡിജിറ്റൽ എറ്റിക്വറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്, ആ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും വർത്താനം പറയുകയാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റേയാളോട് സംസാരിക്കരുത്. കാരണം എന്താ, നമ്മൾ കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആൾക്കല്ല, നമുക്ക് വേറെ ആരോ നമ്മളെ വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ മെസ്സേജ് വരാനുണ്ട്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രയോറിറ്റി ഈസ് നോട്ട് യു, ബട്ട് ഈ ഫോണിൽ എന്തോ സംഭവം വരാനുണ്ട് എന്നൊരു സിഗ്നൽ, ഒരു 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 അൺകോൺഷ്യസ് ആയിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഡിജിറ്റൽ മര്യാദ എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫോൺ വിസിബിൾ ആയിട്ട് പിടിക്കരുത്, അത് കീശയിൽ വെക്കുക, 2 കൈകളും തുറന്ന് തന്നെ അയാളോട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മര്യാദയാണ്. ഇപ്പൊ മറ്റൊരു ഡിജിറ്റൽ മര്യാദ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ടോ അല്ലെങ്കിൽ മുമ്പിൽ ഫോൺ വെച്ചുകൊണ്ട് അതേ തോണ്ടിക്കൊണ്ടോ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണത്തിനോട് ആ കാണിക്കുന്ന റെസ്പെക്റ്റും ആ ഒരു സമയം മൈൻഡ്ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് മറ്റൊന്നാണ്. ഇത്തരത്തിൽ കുറെ ഡിജിറ്റൽ മര്യാദകൾ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് റിയൽ ടൈമിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈമിലാണ് നമ്മുടെ മക്കൾ സമയം ചെലവഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഈ ബുക്കിന്റെ അകത്ത് ലാസ്റ്റ് ചാപ്റ്റർ ഡിജിറ്റൽ ആത്മീയത എന്ന പേരിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഡിജിറ്റൽ ലോകത്തിൽ ഉണ്ടാകേണ്ട മര്യാദകളും അത് പാലിക്കേണ്ട മര്യാദകളും, ഡിജിറ്റൽ യുഗത്തിലെ പുതിയ അതിജീവന മാർഗങ്ങൾ, അതുപോലെ ഡിജിറ്റൽ യുഗത്തിലെ 10 കൽപ്പനകൾ, ഡിജിറ്റൽ യുഗത്തിലെ 3 വിശ്വാസ പുണ്യങ്ങൾ, ആ രീതിയിൽ ഇതിനെ ഒന്ന് ക്രിസ്ത്യനൈസ് ചെയ്ത് ഒരു വേദപാഠത്തിന്റെ കുട്ടികൾക്ക് എന്താണ്, എങ്ങനെയാണ് ഈ ഡിജിറ്റൽ മര്യാദകളെ പാലിക്കേണ്ടത്, ഡിജിറ്റൽ യുഗത്തിലെ 10 കൽപ്പനകൾ എന്താണ്. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ യുഗത്തിലെ 10 കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചേപ്പിക്കും. 1, നിന്റെ സ്ക്രീനിനെ ദൈവമാക്കരുത്. ദൈവത്തിന് നൽകേണ്ട പ്രാധാന്യം ഒരു ഗാഡ്ജറ്റിനും നൽകരുത്. കുരിശ് വരയ്ക്കാൻ വേണ്ടിയൊക്കെ വരാൻ വേണ്ടി പിള്ളേരെ എത്ര തവണ വിളിക്കണം, വരുമ്പം തന്നെ വേഗം ഒന്ന് തീർത്തിട്ട് വേഗം ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചിലർ പ്രാർത്ഥനകൾ എല്ലാം കൊന്തയെല്ലാം ഫോണിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വേഗം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ നോക്കാൻ വേണ്ടി ടെംപ്റ്റേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ, നിന്റെ ഏകാഗ്രതയെ വെറുതെ നശിപ്പിക്കരുത്. ഡിജിറ്റൽ വിശ്രമദിനം, ഒരു ഡിജിറ്റൽ സാബത്ത്. ഇപ്പൊ ഈ നോമ്പ് കാലത്ത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോ ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫോൺ വേണ്ടെന്ന് വെക്കുന്നു. ഈ കോളേജിൽ തന്നെ, ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമായി ജീസസ് യൂത്തിലെ NSSലൊക്കെ വർക്ക് ചെയ്യുന്ന ചില കുട്ടികൾ
ഈ ഒരു നോമ്പുകാലം മുഴുവൻ 50 ദിവസം ഈ നോമ്പുകാലം മുഴുവൻ ഇൻസ്റ്റഗ്രാം വേണ്ടാന്ന് വെച്ചേക്കുന്ന പിള്ളേരുണ്ട്. ഇൻസ്റ്റഗ്രാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ നോമ്പ് കാലത്ത് അവരെടുത്തേക്കുന്ന ഒരു പ്രധാന ഫാസ്റ്റിംഗ് ഇൻസ്റ്റഗ്രാം നോമ്പ് കാലത്ത് ഇൻസ്റ്റഗ്രാമിന് ഫാസ്റ്റിംഗ് എടുത്തു. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇനി വിശ്വാസപരശികളായ നമ്മൾ കുട്ടികളെ ഇത്തരത്തിലൊരു ഡിജിറ്റൽ ലോകത്ത് അവരായിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ചില ആത്മീയ ശീലങ്ങൾ, ചില ആത്മീയ ബോധ്യങ്ങൾ അതുകൂടി നമ്മൾ കുട്ടികൾക്ക് ബോധ്യമായി കൊടുക്കണം. തിരിച്ചു വരാം, ഈ ചേട്ടൻ ഒരു ബസ്സിൽ കയറി കഴിയുമ്പോൾ എന്താ കാണുക? ഒരു സ്കൂൾ ബസ് ആണെങ്കിൽ ഒരു കോളേജ് ബസ്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിലേക്ക് കോളേജ് ബസ്സുകൾ വരുന്നുണ്ട്. കോളേജ് ബസ്സിനകത്ത് വന്നു കയറിയ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടേണ്ട പിള്ളേര് അപ്പൊ തന്നെ ഫോൺ എടുത്ത് അവൾ നോക്കിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്തിരിക്കുന്ന കുട്ടി ആരാണ്? ആ കുട്ടിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? അയാളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നോബഡി ബോദേഴ്സ്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ, ഇപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ അധ്യാപകർ ഒരു ക്ലാസ്സിലേക്ക്, കോളേജിൽ പ്രത്യേകിച്ച്, സ്കൂളിൽ പിള്ളേർ ഫോൺ കൊണ്ടുവരുന്നില്ല. പണ്ടൊക്കെ അധ്യാപകൻ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഡെസ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് സൈലൻസ് 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 എന്ന് പറയണം. കാരണം എല്ലാ പിള്ളേരും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നല്ലൊരു സൈനാണ്. എല്ലാവർക്കും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഇന്ന് ഞാനൊരു ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ, കോളേജിൽ കയറി ചെല്ലുമ്പോൾ സൈലൻസ് സൈലൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം പിള്ളേരെല്ലാം സൈലന്റ് ആണ്, എല്ലാവരും സൈലന്റ് ആണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന്റെ പുറത്ത് ചെന്നപ്പോ പിള്ളേരില്ലെന്ന് ഓർത്ത് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പൊ എനിക്ക് സംശയം വന്ന് ഞാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർവെൽ സമയത്ത് ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പണ്ടൊക്കെ കോഴിക്കോട് പറഞ്ഞോട്ടായിരുന്നുകൊണ്ട് പിള്ളേരിൽ അപ്പം തന്നെ ടീച്ചറിന്റെ പിറകെ പുറത്തേക്ക് ഇറങ്ങി ഓടും, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ വന്നു നോക്കിക്കോളൂ, പുറത്തേക്ക് ഇറങ്ങി ആരും ഓടണില്ല. കോളേജിൽ ഫോൺ അനുവദനീയമാണ് ഇപ്പൊ എല്ലാ കോളേജിലും. അതുകൊണ്ടാണ്, സ്കൂളിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ സ്കൂളിലാണെങ്കിൽ വീട് വിട്ട് കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് അവർ ഓടി വീട്ടിലേക്ക് വന്ന് അപ്പൊ തന്നെ എങ്ങോട്ടാ പോവുക? എന്താ ആദ്യം എടുക്കുക? അപ്പനോട് അമ്മയോട് മിണ്ടാണോ? ഞങ്ങളെ കാത്തിരിക്കുന്ന പപ്പയോട് അമ്മയോട് സ്കൂളിലെ വിശേഷങ്ങൾ പറയുകയാണോ? പല വീടുകളിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നേരെ മുറിലേക്ക് പോയി ഫോൺ എടുത്ത് അതും കൊണ്ട് മുറി കയറി കഥ കടിച്ചിരിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി അമ്മ വിളിച്ച് മടുത്ത അവസാനം ഇറങ്ങി വന്നാൽ അപ്പോഴും ഫോണിൽ നോക്കി കാപ്പി കുടിക്കുന്ന പിള്ളേരുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആ ചേട്ടനൊരു ഒരു എന്താണ്, ഒരു എയർപോർട്ടിൽ വന്നെന്ന് കരുതുക. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മദ്രാസ് എയർപോർട്ടിൽ ഇരിക്കുവായിരുന്നു. അപ്പോൾ പാറ്റ്നയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പൊ എന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയി, 2 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് അനൗൺസ്മെന്റ് വന്നു. നിങ്ങൾ അറിയണം, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഫാമിലിയാണിത്. ഞാൻ അവരറിയാതെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അവരുടെ മുഖം മറച്ചിട്ടുണ്ട്, ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരപ്പനും 2 മക്കളും, ഇപ്പുറത്തെ അമ്മയുണ്ട്, അമ്മയുടെ ചിത്രത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇവര് 4 പേരും അവിടെ 2 മണിക്കൂർ സമയം എന്റെ മുന്നിൽ ഇരുന്നിട്ട്, ഈ 2 സഹോദരന്മാരുണ്ടല്ലോ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ 2 സഹോദരന്മാർ, ഇവർ 2 പേരും ആ 2 മണിക്കൂർ പരസ്പരം ഒരക്ഷരം പോലും മിണ്ടുന്നത് ഞാൻ കണ്ടില്ല. അപ്പൻ ഇവരോട് മിണ്ടുന്നത് കണ്ടില്ല, ഈ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നത് കണ്ടില്ല. ആ 4 പേരും, അമ്മ അമ്മയുടെ ഫോണില്, പിള്ളേരുടെ ഫോണില്, അപ്പൻ അപ്പന്റെ ഫോണില് കുനിഞ്ഞിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ രണ്ടും ഗെയിം കളിക്കാൻ തോന്നുന്നു. ഇടയ്ക്ക് അമ്മ എഴുന്നേറ്റ് പോയി ഭക്ഷണം മേടിച്ചോണ്ട് വന്നിട്ട് അമ്മ അവർക്ക് ഇങ്ങനെ എന്താ ഭക്ഷണം ഇങ്ങനെ ഞുള്ളി അവരുടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചു. അമ്മ ഇങ്ങനെ ചുണ്ടെ കൊണ്ടുപോയി ഭക്ഷണം മുട്ടിക്കുമ്പോഴാണ് അമ്മ ഭക്ഷണം കൊണ്ടുവരുന്ന പിള്ളേർ അറിയുന്നത്. അപ്പൊ അവര് എന്താണ് അമ്മ വായിലോട്ട് വെച്ച് തരുന്നത്, അതിന്റെ ടേസ്റ്റ് എന്താണ്, നിറം എന്താണ്, അവർ ശ്രദ്ധിക്കുന്നതില്ല. വിളിക്കുന്നു, അമ്മ വായിലോട്ടൊന്ന് തള്ളിക്കയറ്റുന്നു, അവരത് ചവച്ചുകൊണ്ട് തന്നെ ഫോൺ കാണുന്നു. സോ എനിക്കത് ഭയങ്കര സങ്കടം തോന്നി. പണ്ടങ്ങനെ അല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്നാൽ അവരോരോ ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, അപ്പൊ അതെന്താണ്, ഇതെന്താണ്, അല്ലെ? അങ്ങനെയൊന്നും ആർക്കും ചോദിക്കേണ്ടതില്ല. പുറം ലോകത്തിലേക്ക് ആരും തലപൊക്കി നോക്കുന്നതേ ഇല്ല, സ്ക്രീനിലേക്ക് തന്നെ തല കൊണ്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് നല്ല പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ 1 by 1 വരിക തന്നെ ചെയ്യും. ഒരു ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ക്യൂവിൽ നിന്ന് അപ്പൊ തന്നെ ആർക്കും ക്ഷമയില്ല. ഒരു ക്യൂവിൽ മൈൻഡ്ഫുള്ളായി ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു എന്താണ്, ട്രാഫിക് സിഗ്നലിൽ ഒന്ന് വണ്ടി നിർത്തി ഒരു 30 സെക്കൻഡ്സ് എന്ന് കാണിച്ചു, അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആ 30 സെക്കൻഡ്സ് വേഗം ഒന്ന് എന്താണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒന്ന് നോക്കാം. പിന്നെ പുറകിൽ നിന്ന് ആൾക്കാർ ഓൺ അടിക്കുമ്പോഴാണ് നമ്മൾ അയ്യോ സിഗ്നൽ മാറിയെന്ന് കാണുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പൊ തന്നെ ബോറടിക്കുന്നു, അപ്പൊ തന്നെ അത് ഫോണിലേക്ക് കൈപോകുന്നു, അപ്പൊ തന്നെ പോക്കറ്റിലേക്ക് കൈപോകുന്നു. ആ രീതിയിലേക്ക് നമ്മളൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്താണ്? തൃശ്ശൂർ പൂരമാണ് അല്ലേ? തൃശ്ശൂർ പൂരം എന്ത് വർണ്ണാഭമായ കാഴ്ചയാണ്, എന്തുമാത്രം നല്ലൊരു സീനാണ്. അത് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു ഫോട്ടോ എന്നെ അമ്പരപ്പിച്ചു. നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ആളുകൾ, ഇവിടെ ആനയും അമ്പാരിയും തിടമ്പും മനോഹരമായ വെടിക്കെട്ടും എല്ലാം ഉണ്ട്. എല്ലാവരും ഈ കാണുന്ന വെള്ള നിറങ്ങൾ എന്താണ്? എല്ലാവരും അവരുടെ കയ്യിൽ ഫോൺ എടുത്തിട്ട് അതിലിങ്ങനെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അത് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി, റീൽ ആക്കാൻ വേണ്ടി, സ്റ്റോറി ആക്കാൻ വേണ്ടി, ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി. അപ്പൊ ആരും ഇന്ന് ഒരു പിക്നിക്ക് പോകുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഒരു കാറിൽ പിക്നിക്കിന് ഒരു കുടുംബം ഒരുമിച്ച് പോവുകയാണ്, അപ്പനും അമ്മയും മക്കളും ഉണ്ട്,
എല്ലാവരും അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുഞ്ഞിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഫോട്ടോ എടുക്കുകയാണ്, അപ്പൊ തന്നെ റീൽ ഇടുകയാണ്, സ്റ്റാറ്റസ് ഇടുകയാണ്. അതിലിങ്ങനെ നോക്കി അത് ലൈക്ക് ചെയ്തു അത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭംഗി പോലും സ്വന്തം കണ്ണുകൊണ്ട് കണ്ണു തുറന്ന് അത് ഹൃദയം അത് കേവലം ഒരു സ്ക്രീനിന്റെ കുഞ്ഞ് ഒരു ഇതിൽ മാത്രം റെക്കോർഡ് ചെയ്ത് പിന്നെ വീട്ടിൽ പോയിട്ട് ഇത് കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ട്, വീട്ടിൽ പോയിട്ട് ഇത് ഇതിൻ്റെ അകത്ത് വെടിക്കെട്ട് വീടിൻ്റെ അകത്ത് മൊബൈൽ ഫോണിന്റെ സ്വരത്തിനകത്ത് കേൾക്കുമ്പോൾ എന്ത് ഭംഗിയുണ്ട്. അപ്പൊ നമ്മള് ആയിരിക്കേണ്ട മനോഹരമായ നിമിഷങ്ങൾ, മൈൻഡ്ഫുൾ ആയിട്ട് ആയിരിക്കേണ്ട നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് ഒത്തിരിയേറെ സ്ട്രെസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. ആൻസൈറ്റി കൂടുന്നെന്ന് പറയുന്ന പിള്ളേര്, സ്ട്രെസ്സിന് മരുന്ന് കഴിക്കുന്ന പിള്ളേര്, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന പിള്ളേര്, അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ കൗൺസിലിങ്ങിന് വരാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതും അത്തരത്തിലുള്ള മെന്റൽ സ്ട്രെസ്സുകൾ വരുന്നുണ്ട്. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിക്കേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ, ഞാനിത് വെറുതെ പറയുന്നതല്ല, തള്ളുന്നതല്ല, സത്യസന്ധമായിട്ട് പറയാം, ഒരു അപ്പനും അമ്മയും 2 മക്കളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. എന്റെ അപ്പുറത്തെ ടേബിളിലിരുന്നു. ഡിന്നറിന് വന്നതാണ്. വൈകുന്നേരം ഒരു 8 മണി 8:30 സമയമായിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ അന്ന് അവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഇന്ന് വീട്ടിൽ കുക്ക് ചെയ്യേണ്ട, പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത് അവർ അവരുടെ കാറിന് വന്ന് കാർ അവിടെ പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 4 പേരും അവരുടെ ഫോൺ എടുത്തു. ആ 4 പേരും ആ ഫുഡ് വരുന്ന ആ 15 മിനിറ്റ് സമയം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ല. അവരാ ഫോണിൽ നോക്കി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, സത്യത്തിൽ ഈ പറയുന്ന ഡിവൈസുകൾ നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അല്ലെ? ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസായി ഇത് മാറിക്കഴിഞ്ഞു. കുടുംബത്തിന്റെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒന്നും മിണ്ടാനില്ല. അല്ലെങ്കിൽ അപ്പനും അമ്മയും മുതിർന്നവരും, ഞാനിത് കുട്ടികളെ മാത്രമല്ല പറയാ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു, അച്ഛൻ ഈ കാര്യം ആദ്യം എന്റെ വല്യമ്മച്ചോട് പറ. വല്യമ്മച്ചി ഏതുവരെ എൻ്റെ അകത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓരോ വീഡിയോസ് കണ്ട് റീലും തോണ്ടിയിരിക്കുകയാണ്. ഞങ്ങളെക്കാളും കൂടുതൽ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വല്യമ്മച്ചോട് മിണ്ടാൻ വേണ്ടി ഞാൻ വന്നു കഴിയുമ്പോൾ അമ്മച്ചിക്ക് എന്നോടൊന്നും ചോദിക്കാനും ഇല്ല, ഒന്നുമില്ല. അത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് പോകാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരനെ നോക്കിയിരിക്കുന്നതാണ്. അത്തരത്തിൽ എന്താ പറയാ, എല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളായി എന്തൊക്കെയോ കെട്ടുകാഴ്ചകൾ ഒരു ലോകമായി മാറുന്നത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങളോ ഷെയറിങ്ങുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെന്റൽ സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഏറ്റവും പ്രധാനമായി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ചില കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്ക്രീൻ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ അമ്മമാരെ കുറ്റം പറയുകയല്ല. കുഞ്ഞുനാള് മുതൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് കയ്യിൽ ഫോണോ അല്ലെങ്കിൽ ഐപാഡോ വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്തെ വീഡിയോസ് കണ്ടുകൊണ്ട് കൊച്ചു ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഇല്ലേ? അപ്പൊ ആ ഭക്ഷണത്തിന്റെ രുചി എന്താണ്, അതിന്റെ നിറം എന്താണ്, അമ്മ എന്താ തരുന്നത്, അതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പൊ അത് പിന്നീട് പതിയെ ഒരു ശീലമായി മാറുന്നുണ്ട്. ഇതിന് പറയുന്നത് ഡിജിറ്റൽ ബേബി സിറ്റിംഗ് എന്നാണ്. പണ്ടൊക്കെ ഒരു കൊച്ചിന് ജോലി തിരക്കുള്ള ഒരു കൊച്ചിനെ ഒരു വീട്ടില് കൊച്ചിനെ നോക്കാൻ വേണ്ടി ആയ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആയയുടെ അടുത്ത് കൊച്ചിനെ ഇരുത്തിയിട്ട്, ഒരു മനുഷ്യനായ ഒരു സ്ത്രീയുടെ അടുത്ത് തന്നെ കൊച്ചിനെ ഇരുത്തിയിട്ട് അപ്പനും അമ്മയും ജോലിക്ക് പോകുമായിരുന്നു. ഇപ്പൊ എന്താണ്, ആയക്ക് പകരം ഒരു ടാബ് അല്ലെങ്കിൽ ഒരു ഐപാഡ് വെച്ചു കൊടുത്തിരിക്കുന്നു. കൊച്ചു അതിലേക്ക് നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അമ്മയുടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് അപ്പോ അതിന് പറയുന്ന ഡിജിറ്റൽ ബേബി സിറ്റിംഗ്. അപ്പൊ ഈ ജനറേഷൻ ആൽഫയിലെ പല പിള്ളേരും ഡിജിറ്റൽ ബേബി സിറ്റിംഗ് ശീലിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ കുഞ്ഞുനാൾ മുതലേ സ്ക്രീനിന് അടിമയായിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അറിയണം, ഞാൻ ഏതാണ്ട് 325-ലേറെ വർക്ക്ഷോപ്പുകൾ AI എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും ഗാഡ്ജറ്റുകളെ കുറിച്ചും എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിരല്ല. ഇത് എങ്ങനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാമെന്ന് ടീച്ചർമാർക്കും കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ഈ പറയുന്ന ഡിവൈസുകൾ, ഈ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് പകരമായത്. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ ഒക്കെ അറിയാം, TV, ക്യാമറ, വീഡിയോ ക്യാമറ, സ്കാനർ, അല്ലെങ്കിൽ കലണ്ടർ, ഡയറി, ടോർച്ച്, അല്ലെ? എന്തെല്ലാം കാര്യം, പത്രം, ഇതൊന്നും ഇനി വേണ്ട. എല്ലാം കൂടി ഒരൊറ്റ ഡിവൈസ്, വാച്ച്, ക്ലോക്ക്, എല്ലാം കൂടി ഒരൊറ്റ ഡിവൈസിലേക്ക് തന്നെ ചുരുക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് നല്ലതല്ലെന്നോ ഇത് നമുക്ക് വേണ്ടെന്നോ അല്ല അച്ഛനെ പറയണത്. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു ഡിജിറ്റൽ ആത്മീയത കൊണ്ടുവരണം, ചില ഡിജിറ്റൽ ശീലങ്ങൾ കൊണ്ടുവരണം, ചില ഡിജിറ്റൽ ചില ഡീടോക്സ് എന്ന് പറയും കൊണ്ടുവരണം. ഇതിനെല്ലാം ചേർത്ത് നമുക്ക് ഡിജിറ്റൽ വെൽനസ് എന്ന് പേരിടാം. ഈ ഡിജിറ്റൽ വെൽനസ് എനിക്ക് തോന്നുന്നു ഈ അവധിക്കാലത്ത് വിശ്വാസോത്സവം എന്ന് പറഞ്ഞ് കാറ്റഗിസ്റ്റിന് ഉണ്ട്. എനിക്ക് ലാറ്റിൻ രൂപതകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. സിറമലബാർ രൂപതകളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയണത്. അപ്പൊ മിക്കവാറും എല്ലാ രൂപതകളിലും ഉണ്ട്. അപ്പൊ ആ വിശ്വാസ ഉത്സവത്തിന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്,
നിങ്ങളുടെ ഇടവകകളിൽ ഒരു ദിവസം നിങ്ങളൊരു തീമായിട്ട് ഡിജിറ്റൽ വെൽനസ് എടുക്കണം. എന്നിട്ട് ആ ദിവസം നിങ്ങൾ ടീച്ചർമാർ ഈ വിഷയം ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയും ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് എന്തൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിക്കുകയും ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. NSSന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളിപ്പോ ഡിജിറ്റൽ വെൽനസ് അംബാസഡേഴ്സ് എന്ന് പറഞ്ഞ് 70 പിള്ളേരെ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ വെൽനസ് അംബാസഡേഴ്സ്. ഈ 70 പിള്ളേര് കഴിഞ്ഞ 3 ആഴ്ചയായി അവർ 7 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുകയാണ്. ഞാൻ അവരെ വിളിച്ചു കൂട്ടി ഒരു ക്ലാസ് എടുത്തു കൊടുത്ത് 7 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, അവരുടെ സ്ക്രീൻ ടൈം, അത് നോൺ അക്കാഡമിക് സ്ക്രീൻ ടൈം, സോഷ്യൽ മീഡിയ സ്ക്രീൻ ടൈം ഞെട്ടിപ്പോയി. 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ നോൺ അക്കാഡമിക് സ്ക്രീൻ ടൈം ഉണ്ട് ചിലർക്ക്. ഇൻസ്റ്റഗ്രാമിൽ 9 മണിക്കൂർ ഡെയിലി ആവറേജ് ഉള്ള കുട്ടിയെ ഞാൻ കണ്ടു. അപ്പൊ അവർ ഇനി മുതൽ 3 മണിക്കൂർ മാത്രമേ ഒരു ദിവസം ആവറേജ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കത്തുള്ളൂ. അതൊരു കാര്യം. 2, വരാന്തയിൽ കൂടി നടക്കുമ്പോൾ, കോളേജിന്റെ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ അവർ കയ്യിൽ ഫോൺ പിടിക്കത്തില്ല. ഫോൺ പോക്കറ്റിൽ വെക്കും. എന്നിട്ട് കയ്യിൽ ഫോൺ ഇല്ലാതെ തന്നെ മറ്റുള്ളവരെ ഹായ് എന്ന് ഗ്രീറ്റ് ചെയ്യും, അവരുടെ മുഖത്ത് നോക്കും. 2. മൂന്നാമത്തേത്, ഒരു ബ്രേക്കിന്, അതായത് 11:25 മുതൽ 11:30 വരെയുള്ള ഒരു ബ്രേക്കിന് ഫോൺ നോക്കത്തില്ല. എല്ലാവരും ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും, മിണ്ടും. മറ്റൊന്ന്, എന്താണ്, അവര് കോളേജിലുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ അതൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ പിള്ളേരെല്ലാം ഫോൺ എടുത്ത് സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടെൻഡൻസിയാണ്. അതുണ്ടാവില്ല. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അവർ മൈൻഡ്ഫുൾ ആയിട്ട് അയാളെ കേട്ടുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഒരു പുസ്തകം എക്സ്ട്രാ ഒരു മാസം വായിക്കും, അതിന്റെ നോട്ട് എടുക്കും. ആ പുസ്തകം എന്താണ് വായിച്ചതെന്ന് ഇവർ 70 പേര് വന്നിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ അത്തരത്തിൽ ഇതിന് പറയുന്ന ഡിജിറ്റൽ വെൽനസ് റെവല്യൂഷൻ എന്ന പേര് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അത് ഏറ്റെടുത്തു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ അവരന്ന് രാവിലെ ക്ലാസ്സിൽ വന്ന 9:30 അവർ അവരുടെ എല്ലാവരുടെയും ഫോണ് ക്ലാസ്സിൽ ഒരു ബോക്സിൽ വെച്ചു. എന്നിട്ട് ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിച്ച് ഒരു ബോക്സിൽ വെച്ചു. എന്നിട്ട് ഇന്റർവെൽ സമയത്ത് ഉച്ചക്കത്തെ ബ്രേക്കിന് അവരെന്ത് ചെയ്തു, കോളേജിൽ ഒത്തിരിയേറെ വ്യത്യസ്തമായ ചെടികളുണ്ട്, മരങ്ങളുണ്ട്. അപ്പൊ അവരുടെ ബോട്ടണിയിലെ ഈ മരങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരു ടീച്ചർ അവരെ കൊണ്ടുപോയിട്ട് ഈ മരങ്ങളെല്ലാം പരിചയപ്പെടുത്തി. ഇവർ പരസ്പരം മിണ്ടി കളിച്ചിരിച്ച് അങ്ങനെ പോയി. ഈ ശനിയാഴ്ച ഞങ്ങൾ ഒരു 75 കുട്ടികൾ മറൈൻ ഡ്രൈവിൽ ഒരു ബോട്ടിങ് നടത്തി. അത് ഭയങ്കര രസമായിരുന്നു. കോളേജിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പിള്ളേര് വന്നു. ആ ഫോണെല്ലാം അവര് ഒരു മുറിയിൽ വെച്ചു പൂട്ടി, താക്കോൽ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ കോളേജ് ബസ്സിന് മറൈൻ ഡ്രൈവിൽ പോയി. ഞാൻ എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ ആ വീഡിയോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. നോക്കട്ടെ, എന്റെ ഫേസ്ബുക്കിലാണ് കിടക്കുന്നത്. പക്ഷെ എന്റെ ഓഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1 സെക്കൻഡ്, കേൾക്കത്തില്ലായിരിക്കും. പക്ഷെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അത് ഭയങ്കര മനോഹരമായിരുന്നു. ഞങ്ങള് ഏതാണ്ട് 3-3.5 മണിക്കൂർ ബോട്ടിൽ പോയി. ആരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അയ്യോ, പിള്ളേര് എന്ത് സന്തോഷമായിരുന്നു അറിയാവോ. അവരെല്ലാരും പറഞ്ഞു, ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. വർത്താനം പറഞ്ഞിരിക്കത്തില്ല, ഫോണിൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പരസ്പരം മിണ്ടി പരിചയപ്പെട്ടു. ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ മിണ്ടാത്ത കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും പരസ്പരം ഇന്ററാക്ഷനെ പറ്റി സമാധാനമായിരുന്നു അച്ഛാന്നാണ് പിള്ളേരെല്ലാം പറഞ്ഞത്. ഇപ്പൊ ഇത് ദീപികയിൽ വന്ന വാർത്തയാണ് അതിനെക്കുറിച്ച്. ഡിജിറ്റൽ ഉപകരണങ്ങൾ അകറ്റി ആഹ്ലാദങ്ങളുടെ ഓളപ്പരപ്പിൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. നിങ്ങൾക്ക് എന്റെ ഓഡിയോ കേൾക്കത്തില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് എന്റെ ഒരു കുഞ്ഞു വീഡിയോ, ഒന്ന് കാണാം. മൊബൈൽ കൊണ്ടുവന്ന ക്ലാസ്സുകളിൽ വ്യക്തികൾ കുട്ടികൾ ശനിയാഴ്ച അപ്പൊ അത് വളരെ മനോഹരമായി കുട്ടികൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അധ്യാപകരെ മനസ്സ് വെക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിലൂടെ നമുക്ക് പറയാം. ഇപ്പൊ ഞങ്ങൾ 4-5 ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഇതുപോലെ അവന് പറയുന്നത് സോളോ എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഓഫ് ലൈഫ് ഓൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. SOLO, സ്ക്രീൻ ഓഫ് ലൈഫ് ഓൺ എന്നാണ് അതിന് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കും, ലൈഫ് ഓൺ ആക്കി വെക്കും. എല്ലാവരും മിണ്ടാനും പരിചയപ്പെടാനും ഒക്കെയുള്ള ദിവസമാക്കി മാറ്റി വെക്കും. ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് സിലിക്കൺ വാലി എന്ന് പറയുന്ന, കാലിഫോർണിയയിലെ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഈ പറയുന്ന 2-3 കമ്പനികളിലെ മേധാവികളാണ്, ഈ 4-5 പേരാണ് നമ്മളെ ലൈഫിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപ്പിള്, എന്താണ് ഇത്, മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ CEO നമ്മൾ കാണുന്നത്. മെറ്റ കമ്പനിയാണ് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് സുക്കൻബർഗ്. അതുപോലെ ടിം കുക്ക്, ബിൽ ഗേറ്റ്സ്, ഓപ്പൺ എയുടെ സാം വാൾട്ട്മാൻ, ഗൂഗിളിന്റെ സുന്ദർ പിച്ചെ. അപ്പൊ സിലിക്കൺ വാലിയിലുള്ള ഏതാണ്ട് 2-3 കമ്പനികൾ
നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് ഒരു വലിയ പങ്ക് സമയം അവര് കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയല്ല, സോഷ്യൽ മീഡിയ നമ്മളെ ഉപയോഗിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഒന്ന് തെരഞ്ഞു, പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ കയറിയാലും യൂട്യൂബിൽ കയറിയാലും എല്ലായിടത്തും അതിന്റെ പരസ്യം വരും അല്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ എന്തോ ഒരു കാര്യത്തിൽ ഒരു കാറ് മേടിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്റെ ഫേസ്ബുക്കിലും എന്റെ ഗൂഗിളിലും എല്ലാത്തിലും നോക്കുമ്പോഴത്തേക്ക് അതിന്റെ കാറിന്റെ പരസ്യം വരികയാണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളൊരു റീൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പെറ്റ്സ് വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അങ്ങനത്തെ 2-3 വീഡിയോസ് നമ്മൾ റീല് കാണുമ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താഴേക്ക് വരുന്ന റീൽ എല്ലാം അതായിരിക്കും. ഇതിനെ ഡിസൈൻ ചെയ്ത ഇവര് വളരെ ബുദ്ധി ചെയ്തേക്കുന്നത്. കാരണം അത് വീണ്ടും അത് തന്നെ കാണാൻ വേണ്ടി നമ്മൾ ഓരോ റീല് കാണുമ്പോഴും അവർക്ക് പൈസയാണ് അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ദൈവം തന്ന വിലപ്പെട്ട സമയം അത് ഈ പറയുന്ന കമ്പനികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ തന്നെ അവർ നമ്മളെ ചോർത്തി നമ്മളെ യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് എന്ന് നമ്മുടെ കുട്ടികൾ അറിയണം. അത് നല്ല ബോധ്യത്തോടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോ സൈബർ സ്പേസ്, ഫിസിക്കൽ സ്പേസ്, ഇങ്ങനെ 2 സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് പറയാം നമുക്ക് സ്ക്രീൻ ടൈം, റിയൽ ടൈം എന്ന് നമുക്ക് 2ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. എന്താണ് സ്ക്രീൻ ടൈം? നമ്മൾ നമ്മുടെ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോൺ ജസ്റ്റ് അൺലോക്ക് ചെയ്താൽ അത് സ്ക്രീൻ ടൈം ആണ്. അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ, നമ്മളൊരു ചെടി നടുമ്പോൾ, നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ, നടക്കുമ്പോൾ, ഫിസിക്കൽ വേൾഡിലാണെങ്കിൽ, നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ അത് റിയൽ ടൈം ആണ്. എന്നാൽ ഇന്ന് നമ്മുടെ 24 മണിക്കൂറിന്റെ അകത്ത് വലിയ പങ്ക് റിയൽ ടൈമിലല്ല സ്ക്രീൻ ടൈമിലാണ് എന്നാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് സ്ക്രീൻ ടൈമും റിയൽ ടൈമും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ടിവിയും ഒരു സ്ക്രീൻ ടൈമാണ്, ലാപ്ടോപ്പും ഒരു സ്ക്രീൻ ടൈമാണ്, ഫോണും ഒരു സ്ക്രീൻ ടൈമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റിലായതുകൊണ്ട് ഇതൊരു സ്ക്രീൻ ടൈമാണ്. പക്ഷേ സ്ക്രീൻ ടൈമിന്റെ അകത്ത് തന്നെ ഡിജിറ്റൽ വെജിറ്റബിൾസ് ഉണ്ട്, ഡിജിറ്റൽ ക്യാൻഡീസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വെജിറ്റബിൾസും ഡിജിറ്റൽ പച്ചക്കറികളും ഡിജിറ്റൽ മുട്ടായികളും. പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കഴിക്കാൻ അത്ര ഇഷ്ടമില്ല, അത്ര ടേസ്റ്റി ആവത്തില്ല. എന്നാൽ ക്യാൻഡി, മുട്ടായികൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പച്ചക്കറികൾ കഴിക്കുന്നത് ഹെൽത്തിയാണ്, അത് നമ്മളെ മിടുക്കരാക്കും, നമുക്ക് ആരോഗ്യം തരും. ഒത്തിരി മിഠായികൾ കഴിച്ചാലോ നമ്മുടെ പല്ല് പോകും, നമുക്ക് അസുഖം വരും, നമുക്ക് ഷുഗർ, ഡയബറ്റീസ് വരും എന്ന് പറയുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തിലും ഡിജിറ്റൽ പച്ചക്കറികളുണ്ട്. ഉദാഹരണത്തിന് ഒരു നല്ല യൂട്യൂബ് വീഡിയോ, ഫോർ എക്സാമ്പിൾ ടെഡെക്സ് ടോക്സ് എന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട്. നല്ല തീമുകൾ, ടോപ്പിക്കുകൾ, നല്ല ഇംഗ്ലീഷിൽ. അത് കാണുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വർദ്ധിക്കും, ആ കുട്ടിക്ക് നല്ല ചില ആശയങ്ങൾ കിട്ടും. അപ്പൊ അത്തരത്തിൽ അതൊരു ഡിജിറ്റൽ വെജിറ്റബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയുള്ള ആപ്പുകളുണ്ട് അല്ലെ, പുതിയ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയുള്ള ആപ്പുകളുണ്ട്. അല്ലെങ്കിൽ സുഡുക്ക് പോലെയുള്ള ഗെയിമുകളുണ്ട്, അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഇതൊക്കെ നമ്മളെ മിടുക്കരാക്കുന്ന ഡിജിറ്റൽ വെജിറ്റബിൾസ് ആണ്. അത് ഒരുപക്ഷെ അല്പ ക്ഷമയോടെ കാണണം, ക്ഷമയോടെ കേൾക്കണം, എങ്കിലും നമുക്കത് ഉപകാരപ്പെടും. എന്നാൽ ഡിജിറ്റൽ ക്യാൻഡീസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ റീൽസ് ആണ്. ചുമ്മാ ഇങ്ങനെ ഒരു ഉപകാരമില്ലാതെ ഒന്ന് തോണ്ടി ഇങ്ങനെ 1 by 1 ആയി വന്നുകൊണ്ടിരിക്കുന്ന റീൽസ് ആണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മക്കൾ തന്നെയല്ല മുതിർന്നവരും ഡിജിറ്റൽ വെജിറ്റബിൾസിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ ക്യാൻഡീസിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഞാൻ കുറെ സർവേകൾ നടത്തിയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ കഴിഞ്ഞ വർഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ +2 കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഫൊറോനകളിലും എലൈവ് എന്ന് പറഞ്ഞുള്ള ക്യാമ്പ് നടത്താൻ വേണ്ടി എന്നെയാണ് വിളിച്ചത്. അപ്പൊ ഇതിനോടകം 26 ഫൊറോനകളിൽ 26 എലൈവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച മുഴുവൻ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഒരു ഗ്രൂപ്പിൽ എല്ലാ ഇടവകയിൽ നിന്ന് വന്ന ഫൊറോനയിൽ ഒരു 400 പിള്ളേർ, 500 പിള്ളേർ വരെ എടപ്പള്ളി ഫൊറോനയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ വർഷം ഞങ്ങൾ കൂടുതലും ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന വിഷയമാണ് ലാസ്റ്റ് കുറച്ച് സ്ഥലത്ത് എടുത്തത്. കാരണം അല്ലാതെ ഏത് വിഷയം എടുക്കുമ്പോഴും പിള്ളേര് അവിടെ വന്നിരുന്നു ഫോണും കൊണ്ടാണ്, അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ, എന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 10:30 മണിയൊക്കെ ആവും. അതുവരെ ഇവിടെ കുർബാന അവരൊരു 8:30-9 മണി ആകുമ്പോഴാണ് കുട്ടികളെല്ലാവരും വരിക പല ഇടവകകളിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വരുന്നത്. അപ്പൊ അവരൊരു 8:30-9 മണി മുതൽ ഒരുമിച്ചിരിക്കുന്നതാണ്. അവരെ പല ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗ്രൂപ്പ് ആക്കുമ്പോഴത്തേക്കും പല ഇടവകകളിൽ നിന്ന് വന്ന പിള്ളേര് മിക്സ് ചെയ്തായിരിക്കുക അല്ലെ. ഒരു ഗ്രൂപ്പിൽ 20 പേരുണ്ടാവും, അവർ പല ഇടവകകളിൽ നിന്ന് വന്ന പിള്ളേരായിരിക്കും. അപ്പൊ അവർ ആദ്യം അവിടെ വന്നു, ഒരുമിച്ച് ഗ്രൂപ്പിൽ ഇരുന്നു. പിന്നീട് അവർക്ക് കുർബാന കഴിഞ്ഞൊരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ സ്നാക്സ് കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ പരിചയപ്പെടുത്തി ഞാൻ ക്ലാസ്സിന് കയറുമ്പോഴത്തേക്ക് സമയം ഒരു 10:45 ആവും. അപ്പൊ ഏതാണ്ട് 2 മണിക്കൂർ സമയം അവര് ഒരുമിച്ച് വന്ന് അവരെ ഗ്രൂപ്പ് തിരിച്ച് ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ക്ലാസ്സിന് വേണ്ടി കയറി ചെല്ലുമ്പോൾ, നടുക്കോടെ എന്റെ ലാപ്ടോപ്പ് ബാഗ് കൊണ്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? പിള്ളേരെല്ലാവരും പെടലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക.
ഞാൻ അവിടെ ചെന്ന് നിന്ന് ഒന്നും മിണ്ടത്തില്ല. കുറച്ചു നേരം ഇങ്ങനെ അവരെ നോക്കും. പതുക്കെ 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 ഓരോരുത്തർ തലപൊക്കി എന്നെ നോക്കും. അപ്പൊ ഞാൻ അവരോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കും. മോനെ, കൊണ്ടിരിക്കുന്ന കുട്ടിയോട്, മോനെ നിന്റെ അടുത്തിരിക്കുന്ന ഈ കുട്ടിയുടെ പേരെന്താ? അറിഞ്ഞൂടെ ഫാദർ. മോളെ നിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേരെന്താ? അറിഞ്ഞൂടെ ഫാദർ. റസ്മി ഒരു 10 പിള്ളേരോട് ചോദിച്ചാൽ 8 പേരുടെ മറുപടി അറിഞ്ഞൂടാന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ 8:45 വന്നിരിക്കുന്നതാണ് അല്ലെ? നിങ്ങളെ ഗ്രൂപ്പായി ഇരുത്തിയതാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയം നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി പേരെന്താണ്, ഇടവക ഏതാണ് എന്ന് ഒന്ന് ചോദിക്കാൻ എന്താ തോന്നാതിരുന്നത്? മിണ്ടാട്ടമില്ല. അപ്പൊ ഞാൻ പറയും, ഞാനപ്പൊ കയറി വരുന്ന വഴിക്ക് ഇവരെല്ലാരും ഫോണിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ അപ്പൊ ലാപ്ടോപ്പിൽ കേട്ടിട്ടുണ്ടാവും. തരാം നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീനിലേക്ക് ഞാൻ പോയിന്റർ മാറ്റുമ്പോൾ അവരിരിക്കുന്ന കാഴ്ച തന്നെ സ്ക്രീനിൽ വരും. ഇതാണ് കാരണം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് പുറകിൽ മുമ്പിലുള്ള ആളുകളോട് ഒരു 2 മിനിറ്റ് മിണ്ടി അവർ എവിടെ നിന്നാണ് എന്താണെന്ന് ചോദിച്ചിട്ട് മാത്രം ഞാൻ ക്ലാസ് ഇത് വെറുതെ പറയണതല്ല. പോകുന്ന പല സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പിള്ളേർ എല്ലാവരും ആ സ്ട്രേഞ്ചറിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വേഗം ഫോൺ എടുത്ത് അവരിലേക്കാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി ഇടയായത്. വളരെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. ചിലർക്ക് ഞാനപ്പോ അവരോട് ചോദിക്കും സ്ക്രീൻ ടൈം എത്രയാണ് ഫോൺ എടുത്ത്. അപ്പൊ 9 മണിക്കൂർ, 10 മണിക്കൂർ, 17 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം കണ്ട. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ അകത്ത് 24 മണിക്കൂറിൽ 15 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ പിന്നെ പോയിട്ട് എത്ര സമയമുണ്ട് ഉറങ്ങാനും പേരൻസിനോടും കൂട്ടുകാരോടും സിബ്ലിങ്സിനോടും മിണ്ടാനും കുളിക്കാനും ഒക്കെ എത്ര സമയമുണ്ട്? ഞാൻ കുറച്ച് കണക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു ഒരു 2 മിനിറ്റ് ഇടയ്ക്കൊരു 3 മിനിറ്റ് ബ്രേക്ക് ഇടണം. എന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കണം. നിങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ ചെറിയൊരു ബ്രേക്ക് ഇടുന്നു. ഞാനൊന്ന് സ്ക്രീൻ ഷെയറിങ് നിർത്തിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. ഞാൻ സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഗുഡ് ഈവനിങ്. ഞാൻ വിജയപുരം രൂപതയിലെ ആളാണ്. എൻ്റെ പേര് ആനി. ഇന്ന് അച്ഛൻ എടുത്തിരിക്കുന്ന ആ ക്ലാസ് വളരെ പ്രയോജനപ്രദമായി, പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ ഒഴിവാക്കിക്കൊണ്ടുള്ള. ഞാൻ കുളത്തൂപ്പുഴ സെന്റ് മേരീസ് ലാറ്റിൻ കത്തോലിക്ക ഇടവകയിലെ ടീച്ചറാണ്, ലീലാമ്മ മാത്യു. എനിക്ക് ഈ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കുറെ കാര്യങ്ങൾ നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ഞാൻ വിജയപുരം ആനി ടീച്ചറാണ്. എനിക്ക് ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് വാക്കിംഗ് വിത്തൗട്ട് ഫോണ്. അപ്പൊ 1 മണിക്കൂറോളം ഫോൺ ഉപയോഗിക്കാതെ ഉള്ള ആ ഒരു തന്ത്രവും പിന്നെ പുസ്തക വായന അച്ഛൻ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെയധികം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയൊക്കെയുള്ള ടെക്നിക്ക് വളരെയധികം നന്നായി തോന്നി. അച്ഛന്റെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായി തോന്നുന്നു. പുനലൂർ രൂപതയിലെ സെന്റ് ആൻസ് ഇടവകയിലെ ഇടവാംഗമാണ്. അവിടെ തന്നെ ആ രൂപതയിൽ തന്നെ ഹൈസ്കൂൾ ടീച്ചറാണ്. അച്ഛൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ 3 മണിക്കൂർ നമ്മൾ ഡിജിറ്റൽ മീഡിയയിൽ നിൽക്കുക. അതുപോലെ എല്ലാ കാര്യവും ഈ കോഴ്സിന് ചേർന്നത് ഏറ്റവും നന്നായി എന്ന് തോന്നി. ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛൻ നമ്മളെ കുറെ നിർബന്ധിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിന് ചേർന്നത്. പക്ഷേ ഇത് ചേരാത്തവർക്ക് ഇത് ഭയങ്കര നഷ്ടമായിരിക്കും എന്ന് ചിന്തിക്കുന്നു. നല്ല ഒരു സബ്ജക്റ്റാണ് അച്ഛൻ തിരഞ്ഞെടുത്തത്. ഈ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അച്ഛനെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ചെയ്തപ്പോ വീട്ടിലെ കുട്ടികളും പേരൻസും ഒരുമിച്ചിരുന്നാണ് ഈ ക്ലാസ് കൂടിയത്. ഞാൻ ഓൺലൈനിൽ ഇത് എടുത്തപ്പോ നിങ്ങളും ഇപ്പൊ ചിലര് ഒരുമിച്ചിരുന്നാണ് എടുക്കുന്നതെന്ന് എനിക്കറിയാം. കുട്ടികളും പേരൻസും ഒരുമിച്ചിരുന്നിട്ടാണ്. അപ്പൊ തന്നെ ഞങ്ങൾ കുറച്ച് ഡിസിഷൻസ് എടുത്തു. ആ വീഡിയോ അപ്പൊ തന്നെ ആ വീട്ടിലേക്ക് വരാം. ഓക്കെ, ലാസ്റ്റ് ചാൻസ്. ഞാൻ ശരിയാണ്. എല്ലപ്പട്ടി ഇടവകയാണ്, രൂപതയുടെ എല്ലപ്പട്ടി ഇടവകയിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. വിജയപുരങ്ങാടാണ് കൂടുതൽ കേൾക്കുന്നത്. ഇത് ഒരുപാട് എന്റെ മൈൻഡിൽ ഒരുപാട് ദിവസം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ചിന്താഗതികൾ. അത് ഇന്ന് അച്ഛൻ എടുക്കുന്ന ക്ലാസ്സിന്റെ കൂടി ദൈവം വേർന്നുകൊണ്ട് ഭയങ്കര ഒരു യൂസ്ഫുൾ ക്ലാസ് ആണ് വെച്ചാൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരാൾ കൂടി പറയാം, ഞാൻ ശേഷം തുടരാം. അച്ഛാ, ഞാൻ കൊച്ചി രൂപതയിൽ നിന്നാണ്. സിജി എന്നാണ് എൻ്റെ പേര്. എനിക്ക് സോളോ എന്നുള്ള ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ ഓഫ് ലൈഫ് ഫോൺ. അതിൻ്റെ അകത്ത് ഈ 5 പോയിന്റ്സ്, സ്ക്രീൻ ടൈം, വരാന്തയിൽ നടക്കുമ്പോൾ പിന്നെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ കുറച്ച് 5 പോയിന്റ് പറഞ്ഞല്ലോ. ഒരു ബ്രേക്കിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, പ്രസംഗിക്കുമ്പോൾ
ഫോൺ ഉപയോഗിക്കാതിരിക്കുക, പുസ്തകം വായിക്കുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെ വളരെ കുറെ ടെക്നിക്സ് പറഞ്ഞല്ലോ, അതൊക്കെ ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. ഒരാളോട് അടുത്ത ഈ സംശയ സ്തുതിയായിരിക്കട്ടെ. ഞാൻ വിജയപുരം രൂപത സെന്റ് ജോസഫ് ചർച്ച് പൂവമാണ് എൻ്റെ ഇടവക. എൻ്റെ പേര് ലിസമ്മ. അച്ഛൻ്റെ ഈ ക്ലാസ് വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ്സാണ്. ഏറെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ ഒത്തിരി പിള്ളേരുടെ ഈ മൊബൈലിനെ കുറിച്ച് അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയ ഒരു വലിയൊരു ക്ലാസ് ആയിരുന്നു അച്ഛൻ്റെ. അപ്പം ഒത്തിരി നന്ദിയുണ്ട് സത്യം പറഞ്ഞു. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ 1.5 മണിക്കൂറാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തേ ഉള്ളൂ. നമുക്ക് ഇനിയും ഒരു 20-25 മിനിറ്റ് കൂടി നമുക്കുണ്ട്. ആക്ച്വലി ഞാൻ ടോപ്പിക്കിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. പ്രാക്ടിക്കലായ കുറേ കാര്യങ്ങൾ, ഇവന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോവരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് നിങ്ങളുടെ മക്കളെയും കൂടി കൂട്ടി ഇരുത്തണം കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട്, അവരും കൂടെ കൂടി ഇരുന്നത് കാണുകയും ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടത്തി നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ട ഡിജിറ്റൽ മര്യാദകൾ എന്താണ് എന്ന് തീരുമാനിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇതുപോലെ ഒരു ക്ലാസ്സിനകത്ത് വീട്ടിൽ ചർച്ച നടത്തിയിട്ട് ഒരു വീട്ടിൽ എടുത്ത തീരുമാനം അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നാളെ മുതൽ വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ആ 2 മണിക്കൂർ അപ്പൻ, അമ്മ, വല്യപ്പൻ, വല്യമ്മ, മക്കള് എല്ലാവരും അവരുടെ ഫോൺ കൊണ്ടുവന്ന് ഈ ഈശോയുടെ രൂപത്തിന്റെ അടുത്തുള്ള ഒരു ടേബിളിന്റെ മേലെ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കും വൈകിട്ട് 7 മണിക്ക്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുരിശ് വരയ്ക്കും, ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഞങ്ങൾ സംസാരിക്കും. ഇനി എന്തെങ്കിലും പഠിക്കേണ്ടവരോ അസൈൻമെന്റ് എഴുതേണ്ടവരോ പബ്ലിക്കായിട്ട് അവനവന്റെ മുറിയിൽ പോയിരുന്നിട്ടല്ല, അവിടെ വന്ന് പബ്ലിക്കായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ വായിക്കുകയും എഴുതുകയും ചെയ്യും. 9 മണിയാകുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും. 9 മണിയാകുമ്പോൾ എല്ലാവരും വീണ്ടും ഫോൺ തിരിച്ചു തരത്തുള്ളൂ. അപ്പൊ ആ ഒരു 2 മണിക്കൂർ സമയം ആ വീട്ടില് അവര് പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ടൈമാണ്. ഫാമിലി ടൈമാണ്. അപ്പൊ അത് പുറത്തുള്ള ആളുകളുമായിട്ട് മിണ്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. പപ്പയ്ക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ പപ്പ 9 മണിക്ക് ശേഷം ചെയ്തോണം. അമ്മയ്ക്ക് അമ്മയുടെ കുടുംബശ്രീയിലെ കാര്യങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അമ്മ ആ നേരത്ത് ചെയ്തോണം. ഈ ഒരു 2 മണിക്കൂർ സമയം ഫാമിലി ടൈമാണ്. മക്കൾക്ക് പപ്പയോടും അമ്മയോടും സ്കൂളിലെ കാര്യങ്ങൾ പറയാനും ചേച്ചിക്കും ചേട്ടനും അനിയനും അനിയത്തിക്കും പരസ്പരം മിണ്ടാനുമുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും കുറിച്ചോര കഴിഞ്ഞിട്ട് ഒരുമിച്ച് ക്യാരംസ് കളിക്കാം, ചെസ് കളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂഡോ കളിക്കാം, പാമ്പും കോണിയും കളിക്കാം. അങ്ങനെ ഒരുമിച്ച് ഒരു റിക്രിയേഷൻ ടൈമാണ്. ഞങ്ങളുടെയൊക്കെ സെമിനാരിയിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സപ്പർ കഴിഞ്ഞുള്ള സമയം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞങ്ങൾക്ക് റിക്രിയേഷൻ ടൈം എന്നുണ്ട്. അത് കുടുംബത്തിലും കൊണ്ടുവരണം. അല്ലെങ്കിൽ വീടിനകത്ത് മിണ്ടാട്ടമില്ല, എല്ലാവരും അവനവന്റെ മുറിലോട്ട് കയറി ഫോണും തോണ്ടി കട്ടിലേക്ക് കയറി കിടപ്പാണ്. അപ്പൊ ആ രീതി മാറണം. ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി കുട്ടികൾ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം മക്കൾ കുറെ പേരെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾ ടീച്ചേഴ്സ് ഇത് കേൾക്കുന്നതെന്നാണ്. സോ അതുകൊണ്ട് തന്നെ മക്കളെല്ലാരും കേട്ടോണ്ട് ഓക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ദാറ്റ്സ് സംതിങ് ഗുഡ്. കേട്ടാൽ മാത്രം പോരാ, മക്കൾ ഇന്ന് തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. ഈ പറയുന്ന ഡിജിറ്റൽ വെൽനസ്, ഡിജിറ്റൽ മര്യാദകൾ, അത് കാര്യങ്ങൾ പാലിക്കണം. നമ്മൾ ഒരാളോട് വർത്താനം പറയുമ്പോൾ പപ്പയുടെ മമ്മയുടെ ഒക്കെ മിണ്ടുമ്പോൾ കൈ ഫോൺ പിടിച്ചുകൊണ്ട് മിണ്ടരുത്. അത് മാറ്റി വെച്ചിട്ട് വേണം സംസാരിക്കാൻ. അതുപോലെ സ്കൂൾ വിട്ട് ഓടി വന്ന് അപ്പം തന്നെ ഫോൺ എടുത്തുകൊണ്ട് മുകളിലോട്ട് കയറി പോകരുത്. പപ്പയുടെ അമ്മയോടും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്നിട്ട് മാത്രമേ ഫോണിലേക്ക് പോകാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന ആദ്യത്തെ 1/2 മണിക്കൂർ ഞാൻ ഫോൺ തൊടില്ല, അങ്ങനെയൊക്കെ. അത് രാത്രി ഉറങ്ങുന്നതിന് ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ ഡിജിറ്റൽ വെൽനസ് അംബാസഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എടുത്തേക്കുന്ന മറ്റൊരു തീരുമാനം, രാത്രി ഉറങ്ങുന്നവന് 1/2 മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വെക്കും. അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ട്. ഇന്ന് നമ്മളൊക്കെ ഉറങ്ങാൻ നേരത്ത് ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് റീൽസ് തോണ്ടി കണ്ടുകൊണ്ടിരുന്ന അവസാനം ഉറങ്ങുക ചെയ്യുക. ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ തലച്ചോറ് ഉറങ്ങാൻ വേണ്ടി സിഗ്നൽ വരുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഫോൺ അങ്ങ് വെച്ചിട്ട് നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്ഷീണം തോന്നുന്നു, എഴുന്നേറ്റ് പോകാൻ തോന്നണില്ല, സ്കൂളിൽ പോകാൻ തോന്നണില്ല. ഇനി സ്കൂളിൽ ചെന്നാലും പെട്ടെന്ന് ഉറക്കം വരുന്നു. പല പിള്ളേരും കോളേജിലൊക്കെ വന്നിരുന്ന് 10 മിനിറ്റ് കൊണ്ട് ക്ലാസ് തുടങ്ങിയ അപ്പൊ തന്നെ ഉറങ്ങുവാണ്. ചോദിക്കുമ്പോൾ പറയും എപ്പോഴാണ് ഇന്നലെ കടന്നത്? രാത്രി 1 മണി 2 മണി. ഇപ്പൊ ലേറ്റ് നൈറ്റ് കടക്കുക, രാവിലെ നേരം വൈകി എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം ഇപ്പോൾ പുതിയ തലമുറയ്ക്കുണ്ട്. രാവിലെ സൂര്യോദയം പലരും കണ്ടിട്ടേ ഇല്ല. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേര് രാവിലെ 9:30 ക്ലാസ് ആണെങ്കിൽ 8 മണി 8:30 9 മണി വരെയൊക്കെ കടന്നുറങ്ങുവാണ്. കാരണം 2 മണി 3 മണി വരെയൊക്കെ ഫോണിന്റെ അകത്ത് നെറ്റ്ഫ്ലിക്സിലോ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്.
ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇടയ്ക്ക് മാത്യച്ചൻ അതൊന്ന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്തത്. നമുക്ക് തിരിച്ചു വരാം. നിങ്ങളെല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ഇടയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്നോളൂ. ഐ മീൻ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഉള്ളവരൊക്കെ ഒരു പഴമോ ഒക്കെ കഴിച്ചോണം. ഞാൻ എന്താണ്, അല്ലെങ്കിൽ ക്ലാസ് നീണ്ടുപോയിട്ട് നിങ്ങൾക്ക് വിശക്കുന്നു എന്നൊന്നും വന്നേക്കരുത്. ഓക്കെ, ചില കണ്ടെത്തലുകൾ പറയാം. ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി പ്രതിദിനം ശരാശരി 2.2 മണിക്കൂർ സമയം സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നു. കൗമാരക്കാർക്ക് പ്രതിദിനം 10 മണിക്കൂർ വരെ സ്ക്രീൻ ടൈം ഉണ്ടാകാം. ഇത് അതിശയമല്ല. ഞാൻ പോയ പല കോളേജുകളിലും ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോയെടുത്ത്, ഇപ്പൊ എന്റെ കോളേജിൽ തന്നെ ഞാൻ തേർഡ് ഇയേഴ്സിനെ സെക്കൻഡ് ഇയേഴ്സിനെ മുഴുവൻ വിളിച്ചു കൂട്ടി ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് ഞാനൊരു ഗൂഗിൾ ഫോമിൽ ഒരു സർവേ കൊടുത്തു. ആ സർവേ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ സ്ക്രീൻ ടൈം ഞാൻ കണ്ടത്, മീൻ ടൈം, ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പൊ 24 മണിക്കൂറിൽ 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂർ സ്ക്രീൻ ടൈം ഉള്ള ഒരു കുട്ടീനെ ഒരു ക്ലാസ് ഞാൻ കണ്ടു. അപ്പൊ പിന്നെ പോയിട്ട് 10 മണിക്കൂറേ ഉള്ളൂ അല്ലെ? 24 മണിക്കൂറിൽ 14 മണിക്കൂർ സ്ക്രീനിൽ നോക്കുമായിരുന്നു. പിന്നെ 10 മണിക്കൂറിൻ്റെ അകത്ത് ഒരു 6-7 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനൊക്കെ എവിടെ സമയം, പിന്നെ ഭക്ഷണം കഴിക്കാനെവിടെ സമയം, ഒന്നും വേണ്ട, പിന്നെ പേരൻസിനോടൊക്കെ മിണ്ടാൻ എവിടെ സമയം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്ക്രീൻ ടൈം കൂടി വരുന്നു, റിയൽ ടൈം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, ഡിജിറ്റൽ അടിമത്തം. അറിയാതെ കൈ പോക്കറ്റിലേക്ക് പോവുക. അപ്പോൾ എപ്പോഴും ഒന്ന് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പൊ തന്നെ ഫോൺ എടുത്തൊന്ന് ചുമ്മാ ഒന്ന്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറയായിരുന്നു, ഞങ്ങൾ ആ ഫോണില്ലാത്ത ഔട്ടിങ്ങിന് പോയില്ലേ, ഞങ്ങൾ രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വന്നേ. അപ്പൊ ആ കുട്ടി പറഞ്ഞായിരുന്നു, ഔട്ടിങ്ങിന് പോയിട്ട് പോകുന്ന വഴിക്ക് അറിയാണ്ട് കൈ പോക്കറ്റിലേക്ക് പോവാ. അപ്പൊ നോക്കുമ്പോ അയ്യോ ഫോൺ ഇല്ലെന്ന് ഓർക്കണേ. അപ്പൊ അവൻ പറയാണ്, എന്റെ ഒരു ശീലമാണ് വെറുതെ ഫോൺ എടുത്തൊന്ന് അൺലോക്ക് ചെയ്ത് ചുമ്മാ ഒന്ന് ഇൻസ്റ്റ നോക്കി, വാട്സപ്പ് നോക്കി, ഇത് നോക്കി, പിന്നെ ഫോൺ അങ്ങ് ഇടും. പിന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇടും. അങ്ങനെയാണ്. അപ്പൊ അതൊരു ഒരു ഹാബിറ്റ് ആയിട്ട് ഒരു അഡിക്ഷൻ പോലെ മാറുവാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറെ ക്ലാസ്സിലെ രാവിലെ 9 മണിക്ക് ഫോൺ കൊണ്ടുവന്ന് വെച്ചു, 4 മണിക്കേ ഉള്ളൂ, അന്ന് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ് ആ ക്ലാസ്സിലെ പിള്ളേര് എടുത്തിരിക്കുകയാണ്. അപ്പോ ക്ലാസ് ലീഡർ എന്റെ അടുത്ത് ഓടി വന്നു, അച്ഛാ ഒരു പെങ്കൊച്ച് ഫോൺ കൊണ്ടുപോയി വെച്ചിട്ട് അവർക്ക് എന്തോ അസ്വസ്ഥത കാണിക്കുന്നു. വിഡ്രോവൽ സിംറ്റം എന്ന് പറയും. കള്ളുടിയന്മാര് കള്ളുടി നിർത്തി കഴിയുമ്പോൾ അവർക്ക് വിറയ്ക്കും എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്നത് പോലെ ഫോൺ ഒരു 4 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേക്കും എന്താണ്, കൈ ഇങ്ങനെ വിറയ്ക്കണ പോലെയോ എന്തോ അസ്വസ്ഥത പോലെയോ വെകിളി പോലെയോ ഒക്കെ ആയി മാറുവാണ് എന്നാണ് പറഞ്ഞത്. എന്താ എന്റെ പ്രധാന പ്രശ്നങ്ങൾ? ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏകാഗ്രത കുറവാണ്, ഫോക്കസ് ഇല്ല. ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി എടുത്തു, ആ പുസ്തകം ഇങ്ങനെ പഠിക്കുന്ന പുസ്തകം അല്ലാത്തൊരു പുസ്തകം വായിച്ചു തുടങ്ങി, ഒരു പേജ് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഫോണിൽ നോട്ടിഫിക്കേഷൻ. അപ്പൊ തന്നെ പുസ്തകം അവിടെ വെച്ച് ഫോൺ എടുത്ത് നോക്കി, ഇൻസ്റ്റ നോക്കി, അല്ലെങ്കിൽ റീൽ നോക്കി, സ്റ്റാറ്റസ് നോക്കി, സ്റ്റോറി നോക്കി, പിന്നെ അത് നോക്കി, പിന്നെ സ്നാപ്ചാറ്റ് നോക്കി, അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബിലെ കുറച്ച് ഷോർട്സ് നോക്കി, പിന്നെ വാട്സപ്പ് നോക്കി, പിന്നെ അപ്പോഴത്തേക്കും വേറെ നോട്ടിഫിക്കേഷൻ വന്നു, അത് നോക്കി. ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. അപ്പൊ വീണ്ടും ഫോൺ അവിടെ വെച്ചു, പിന്നെയാണ് അയ്യോ ആ പേജ് എന്താ വായിച്ചോണ്ടിരുന്നത് മറന്നുപോയി. നമ്മുടെ മൈൻഡിൽ അത് ആ വായിച്ചത് ആ ശ്രദ്ധയിൽ നിന്ന് പോയി. വീണ്ടും തിരിച്ചു വരണമെങ്കിൽ സമയമെടുക്കും. അങ്ങനെ ഒരു പുസ്തകം ഒന്ന് ഏകാഗ്രമായിരുന്നു വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന വലിയ പ്രശ്നം, ഇന്ന് ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒട്ടും ശ്രദ്ധയില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ അസ്വസ്ഥമാവുകയാണ്. ഒരു വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാനും നോട്ടെടുക്കാനും പറ്റണില്ല. നമ്മുടെ തലച്ചോറിൽ ആ ഒരു ADHD എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു തരം പെരുമാറ്റം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ശാന്തമായി സ്വസ്ഥമായി മെഡിറ്റേഷൻ മോഡിൽ ഒന്ന് ഇരിക്കാൻ പറ്റണില്ല. അപ്പൊ തന്നെ മൈൻഡ് ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ്. ആ ഫോക്കസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ക്രിയേറ്റീവായ ഒരു കാര്യം, ഇഫക്റ്റീവായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റണില്ല. അതിനെക്കുറിച്ച് പറയുന്നത്, ഇനിയത്തെ തലമുറയിൽ നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്ററോ അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റോ നല്ലൊരു എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ്. കാരണം ഒന്നിലേക്ക് അങ്ങനെ മുഴുകി ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഈ ഒരു ക്വസ്റ്റിനെ ഒന്ന് ജസ്റ്റ് കാണാം. നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ പറ്റത്തില്ല, വീഡിയോ മാത്രം ഒന്ന് കണ്ടാൽ മതി. രാത്രി വേണ്ടി കിടന്ന കൊച്ച് കയ്യിൽ ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് അറിയാണ്ട് ഇങ്ങനെ മസിൽ മെമ്മറി എന്ന് പറയും, അത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്ന മസിൽ മെമ്മറി. പകൽ സമയത്ത് എന്താണ് ഏറ്റവും ചെയ്തത് അറിയാണ്ട് ഇങ്ങനെ ആ മസിൽ മെമ്മറിയിൽ കൈ ഇങ്ങനെ പോവുകയാണ്. കണ്ടോ എന്ത് കഷ്ടമാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ കോളേജിൽ നടന്ന 2-3 വർഷം മുന്നേ നടന്നൊരു കാര്യം ഒന്ന് കാണിക്കാനാണ്. ജീസസ് യൂത്ത് നടത്തിയ 2 ദിവസത്തെ ഒരു നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒത്തിരി റിസോഴ്സ് പേഴ്സൺസിനെ ഞങ്ങൾ വിളിച്ചു. ഫസ്റ്റ് ഡേ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് നിങ്ങൾ ഈ കാണുന്ന അൽഫോൺസ് ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സംഗീതജ്ഞനാണ്. അദ്ദേഹം നല്ല ദൈവാനുഭവമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നിട്ട് ആദ്യത്തെ അരമണിക്കൂർ അദ്ദേഹം സിനിമയിൽ പാടിയ പാട്ടുകളൊക്കെ പാടി. അപ്പൊ ആ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ച് അദ്ദേഹം പാടിയപ്പോൾ പിള്ളേരെല്ലാവരും മൊബൈൽ ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ച് എല്ലാവരും അത് ഷൂട്ട് ചെയ്യായിരുന്നു.
കാരണം എന്താ, അതിനുശേഷം സ്റ്റാറ്റസ് അൽഫോൻസ് ജോസഫിന്റെ അതിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാ ലോകത്തെ അറിയിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സെഷൻ ആരംഭിച്ചു. അദ്ദേഹം ഞാൻ എങ്ങനെയാണ് പാട്ടുകാരനായത്, ദൈവം എന്നെ എങ്ങനെയാണ് വളർത്തിയത്, ഇങ്ങനെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 150 പിള്ളേരുണ്ട് അറ്റൻഡ് ചെയ്യുന്നവര്. ഞാൻ പുറകിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. 1-2 പിള്ളേര് മാത്രം അത് തലപൊക്കി നോക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഇങ്ങനെ തല കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് എത്രമാത്രം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംസാരം എന്താ പിള്ളേർ ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഞാൻ കുറച്ച് പുറകിൽ നിന്നുകൊണ്ട് കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് എടുത്തു. നിങ്ങൾ കണ്ടു നോക്കിക്കേ. കണ്ട എല്ലാവരുടെ കയ്യിലും അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് അതിൽ നോക്കിയിട്ട് അതിങ്ങനെ ഇൻസ്റ്റയിൽ കൂടുതൽ ഒരു 90% പേരും അവർ സിമിറ്റേ സമ്മതിച്ചു ഇൻസ്റ്റയിലായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, യൂത്ത് കൂടുതൽ ഇൻസ്റ്റയിലാണ്. 40 വയസ്സ് അബവായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഫേസ്ബുക്കിലാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കോളേജിൽ ഒരു സിനിമാക്കാരെ ഒരു പ്രൊമോഷൻ വന്നു. വേദിയിൽ സംസാരിക്കുന്നത് സിനിമയിലെ പ്രഗത്ഭനായ ഒരാളാണ്. പണ്ടൊക്കെ ഒരു സിനിമാക്കാരൊക്കെ കോളേജിലൊക്കെ കലാലയത്തിൽ വരാന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ നോക്കിക്കോളൂ, വേദിയിൽ സംസാരിക്കുന്നത് വളരെ പ്രഗത്ഭനായ ഒരു സിനിമാ താരമാണ്. ഞാൻ പറയുന്നത് വിഷ്വൽ എടുത്തതാണ്. ഇന്ന് വന്ന് നിൽക്കുന്ന നിവിൻ പോളി അല്ലെങ്കിൽ ആസിഫ് അലി അല്ലെങ്കിൽ ടോബിനോ വരെയുള്ള പൃഥ്വിരാജ് വരെയുള്ള താരങ്ങൾ ഏകാഗ്രമായി ഒന്നിരുന്ന് അയാളെന്താ പറയണെന്ന് കേൾക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ തന്നെ ഫോൺ എടുത്തു എല്ലാരും ഗെയിം കളിക്കുന്നു, റീൽസ് നോക്കുന്നു, അവർ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ടാലന്റ് ഷോയിൽ ഒരുപാട് ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ എല്ലാരും ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്ന അതിശോക്തിയാണോ? ഞാൻ ഈ പറയുന്നതിനെ കുറിച്ച് എന്താണ്, ഈ കണ്ട വിഷ്വലിനെ കുറിച്ച് എന്താണ് നിങ്ങൾ പേരൻസിന് പറയാനുള്ളത്? നമ്മുടെ മക്കൾ അടുത്തത് ഡോപ്പമിൻ ഹൈജാക്കിങ്, അനിയന്ത്രിതമായ ആസക്തിയും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രസമായി തോന്നുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ, റീൽസ് കാണുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മയക്കുമരുന്ന് പോലെ, ഒരു ഇലക്ട്രോണിക് കൊക്കെയിൻ പോലെ ഇത് മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോവാണ് സമയമായതുകൊണ്ട്. കുറച്ച് വിഷ്വൽസ് ആണ്. ഈ കുട്ടി ഒരു ഗെയിം അഡിക്ഷൻ ആണ്. കണ്ട, കയ്യില് ഫോൺ ഉണ്ടെന്നുള്ള മട്ടിൽ പബ്ജി കളിച്ച് അടിപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ കൊച്ചിനെ കാണാം. ഈ കൊച്ച് ഇതുപോലെ തന്നെ കുട്ടിയാണ്. കൈയൊക്കെ ഇങ്ങനെ എപ്പോഴും വരച്ചോണ്ടിരിക്കുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഉറക്കക്കുറവും ക്രമം തെറ്റി ഉറക്കവും. രാത്രി ലേറ്റ് ആയിട്ട് ഫോൺ നോക്കി കിടക്കുമ്പോൾ ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റുകൾ എന്ന് പറയുന്ന ലൈറ്റ്, പ്രത്യേകിച്ച് ഇരുട്ടത്താണ് നോക്കുന്നതെങ്കിൽ പലപ്പോഴും ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് നോക്കണത്. അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ വരെ ഇപ്പം കണ്ണട വെക്കേണ്ടി വരുന്നു, കണ്ണിന്റെ ലെൻസിന് പവർ കുറഞ്ഞു പോകുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അതാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ആ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. കാരണം കണ്ണിലേക്ക് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയുന്നത് ഇപ്പോൾ പകലാന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കണ്ണടയ്ക്കുമ്പോൾ ഉറക്കം ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയതായിട്ട് തോന്നണില്ല. അപ്പൊ എപ്പോഴും ഒരു ഉറക്കച്ചടവ് പോലെ, ഒരു ക്ഷീണം പോലെ തോന്നുവാണ്. അപ്പൊ അത് നോക്കുക. അതുകൊണ്ട് ഇരുട്ടിൽ ഫോൺ ഒരു വിനോദമല്ല, അതൊരു വില്ലനാണെന്ന് ഓർക്കുക. അതിനേക്കാളൊക്കെ പ്രധാനമാണ് സാമൂഹികമായ ഒറ്റപ്പെടൽ. എല്ലാവരും ഇതിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് പരസ്പരം മിണ്ടാട്ടമില്ല, വീടിനകത്ത് മിണ്ടാട്ടമില്ല, ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറിയാൽ മിണ്ടാട്ടമില്ല, കോളേജിൽ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലും പിള്ളേര് ഇന്റർവെൽ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, ടീച്ചർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോണിൽ നോക്കി കുടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സാമൂഹികമായി മിണ്ടേണ്ട സ്ഥലങ്ങളിൽ, ഇടപെടേണ്ട സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഈ സ്കെയിലിലേക്ക് വരുമ്പോൾ മിണ്ടാട്ടങ്ങൾ കുറഞ്ഞു പോകുന്നു, സാമൂഹികമായ ഇടപെടലുകൾ കുറഞ്ഞു പോകുന്നു. അങ്ങനെ സംഭവിക്കുകയാണ്. പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠനങ്ങളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ആണ്. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ റോഡിലേക്ക് ഓടി അവിടെ റോഡിൽ കുഴികുത്തി ഗോട്ടി കളിക്കുന്നു, കുട്ടിയും കോലും കളിക്കുന്നു, തലമ കളിക്കുന്നു, പുഴയിൽ പോയി ചാടി കുളിക്കുന്നു. ശരിക്കും ഞങ്ങൾ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ട്. സ്കൂളിൽ പോകുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഓരോ കളികൾ കളിച്ച് പോകുന്നു. അങ്ങനെ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ആണ്. ഇപ്പോഴാണെങ്കിൽ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ആണ്. വീടിനകത്ത് തന്നെ ഇരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളോട് അപ്പനും അമ്മയും പറഞ്ഞിരുന്നത് ഒന്ന് അടങ്ങിയിരിക്കാവോ എന്നായിരുന്നു. എവിടെയെങ്കിലും പോയി ഒന്ന് അടങ്ങിയിരിക്കടാന്നായിരുന്നു എപ്പോഴും അപ്പനും അമ്മയും വഴക്ക് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പല പേരൻസും എന്റെ പൊന്നുമോനെ മുറിയിൽ നിന്ന് ഇറങ്ങി വരാവോ എന്നാ ചോദിക്കണേ. ഒന്ന് അടങ്ങി ഒതുങ്ങി മുറിയിൽ പോയി ഇരിക്കടാന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ഒന്ന് പെരക്കകത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങി വരാവോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണ്. അങ്ങോട്ട് ഒരുമിച്ചൊരു കളികളോ ഗെയിംസോ ഒന്നും അയലോക്കത്തുള്ള കുട്ടികളായിട്ടോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു ഇടവകയെ നമുക്ക് ഡിജിറ്റൽ വെൽനസ് ഇടവകയാക്കി വേണേൽ മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾ അങ്ങനെ വേണേൽ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ഇടവക ഡിജിറ്റൽ വെൽനസ് ഇടവകയാകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഇടുക.
ഫോർ എക്സാമ്പിൾ, അടുത്ത ഒരു വർഷത്തെ കാറ്റഗിസത്തിന്റെ ഒരു തീമായിട്ട് നിങ്ങൾ ഡിജിറ്റൽ വെൽനസ് എന്ന് പറയുന്ന ഒരു തീം എടുക്കുക. എന്നിട്ട് ഒരുമിച്ചിരുന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ ഇടവകയെ ഡിജിറ്റൽ വെൽനസ് ഇടവകയായി നമുക്ക് പ്രഖ്യാപിക്കണം. അപ്പൊ അതിനുവേണ്ടി മേ ബി ഒരു 5 പ്ലാനുകൾ. ഫോർ എക്സാമ്പിൾ, വൈകുന്നേരം കുട്ടികൾക്ക് ഒരുമിച്ച് വന്ന് കളിക്കാൻ വേണ്ടി ഇടവകയുടെ പറമ്പിൽ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കുക. മേ ബി ഷട്ടിൽ കളിക്കാൻ. അപ്പോൾ വന്ന് കളിക്കുന്ന കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുക. വീടിനകത്ത് ഫോൺ തോണ്ടിയിരിക്കാതെ ഒരുമിച്ച് വന്ന് ഫുട്ബോൾ കളിക്കുക, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കുക. അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിലെ വീടുകളിൽ വൈകിട്ട് 7 മണി മുതൽ കുരിശുമണി അടിക്കുമ്പോൾ അങ്ങനെയാവാം 1 മണിക്കൂർ സമയം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നടത്തുന്നു. മറ്റൊന്ന്, നമ്മുടെ ഇടവകയിലെ വീടുകളിൽ കടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫോൺ മാറ്റിവെക്കുന്നു. നമ്മുടെ വീട്ടിലെ ഇടവകയിലെ വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഫോൺ നോക്കുന്നില്ല. ഇങ്ങനെ ഒരു 5 പ്രിൻസിപ്പിൾസ് വികാരിച്ചൻ തീരുമാനിക്കുക. അത് അച്ഛൻ പള്ളിയിൽ പറയുക. എന്നിട്ട് 1 മാസം അത് പ്രാക്ടീസ് ചെയ്തിട്ട് കുടുംബ യൂണിറ്റുകൾ ചെക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. ഉണ്ടെങ്കിൽ പിതാവിനെയോ അല്ലെങ്കിൽ ജനറാൾസമാരെയോ വിളിച്ചുകൊണ്ടുവന്നിട്ട് ആ ഇടവകനെ ഡിജിറ്റൽ വെൽനസ് ഇടവക എന്ന് പ്രഖ്യാപിക്കുക. പത്രത്തിലൊക്കെ ഭയങ്കര ന്യൂസ് ആവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൊറോന, അല്ലെങ്കിൽ ഉദാഹരണത്തിന് വിജയപുരം രൂപത ഡിജിറ്റൽ വെൽനസ് രൂപതയായി മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് അനൗൺസ് ചെയ്യുന്നു. അതിന് കാറ്റഗിസത്തിന് അടുത്ത വർഷത്തെ തീമായിട്ട് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുന്നു. എന്നിട്ട് അത് ഘട്ടം ഘട്ടമായി ഇതുപോലെ മേ ബി ഒരു 5 പദ്ധതികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് ചർച്ച ചെയ്ത് ആ 5 പദ്ധതികൾ ഇത്ര കാലം കൊണ്ട് നടപ്പാക്കുന്നു. അതിന് വേണമെങ്കിൽ ആദ്യം ഒരു സർവേ നടത്താം. ഒരു ഇടവകയിൽ ഒരു സർവേ നടത്തുക. ഗൂഗിൾ ഫോം കൊടുത്താൽ മതി. എത്രയാണ് സ്ക്രീൻ ടൈം, എപ്പോഴാണ് കിടക്കുന്നത്, എപ്പോഴാണ് എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാറുണ്ടോ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുക. ആ ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം നമ്മൾ അമ്പരപ്പിക്കുന്നതായിരിക്കും. എന്നിട്ട് 1 മാസത്തേക്ക് ഈ 5 പ്ലാനുകൾ പറയുക. ഫോർ എക്സാമ്പിൾ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നേരം ഫോൺ ഉപയോഗിക്കത്തില്ല, എല്ലാവരും മിണ്ടായിരിക്കും. രാത്രി കിടക്കുന്നതിന് മുന്നേ 20 മിനിറ്റ് മുന്നേ 1/2 മണിക്കൂർ മുന്നേ ഫോൺ നോക്കത്തില്ല. ഇങ്ങനെ ഈ 5-6 കാര്യങ്ങൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് കുടുംബ യൂണിറ്റിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യുക, അതിന്റെ വഴികളൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ 1 മാസം സമയം ഒരു ഹാബിറ്റ് വരണമെങ്കിൽ 21 ദിവസമാണ് വേണ്ടത്. ആ ഹാബിറ്റ് ഫോം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ 120 വീടാവാം, 70 വീടാവാം, എത്ര വീടുമാകട്ടെ, ആ ഇടവകയെ ഡിജിറ്റൽ വെൽനസ് ഇടവകയായി വികാരിച്ചനോ ഫൊറോണ വികാരിച്ചനോ അല്ലെങ്കിൽ കാറ്റഗിസത്തിന്റെ ഫൊറോണ കോർഡിനേറ്ററോ അല്ലെങ്കിൽ ഈവൻ ബിഷപ്പ് ആ വഴി പോകുന്നുള്ള അദ്ദേഹമോ വന്ന് പ്രഖ്യാപിക്കുക. ആദ്യം അത് ചെയ്യുന്ന ഇടവകയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇനിയത്തെ കാലത്ത് നമ്മൾ ഇത്തരത്തിലൊരു ഡിജിറ്റൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇടവകകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊണ്ടുവന്നില്ലെങ്കിൽ, ഞാൻ ഉറപ്പ് പറയുകയാണ്, ഞാനിവിടെ 12-13 വർഷമായി കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഒത്തിരി പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ട് പോകും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഔട്ടർ വേൾഡിൽ ഒത്തിരി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരെ നമ്മൾ സ്കൂൾ ബസ് കയറ്റി വിടുന്നു. പണ്ടൊക്കെ നമ്മൾ 4-5 കിലോമീറ്റർ ഞങ്ങളൊക്കെ നടന്നാ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് പിള്ളേർക്ക് നേരെ സ്കൂൾ ബസ്സിലേക്ക് പോയി സ്കൂളിന് മുമ്പിൽ പോയി ഇറങ്ങി അവർക്ക് സ്വന്തമായിട്ട് മുറികളുണ്ട്. ഞാനും എന്റെ അനിയനും അനിയത്തി ഒറ്റ മുറിയിലാണ് കടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഓരോ കുട്ടിക്ക് ഓരോ മുറിയുണ്ട്. പിള്ളേരെല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ എല്ലാം മുറികൾ. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് 2 നില വീടാണ്, എല്ലാവരും മേലേക്ക് കയറിപ്പോയി. പിന്നെ താഴെ കിടന്നുകൊണ്ട് അമ്മ തൊണ്ട പൊട്ടി വിളിക്കണം, ഒന്ന് ഇറങ്ങി വാടാ, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കേൾക്കുവോ? പിന്നെ പ്രായമായ അമ്മ സ്റ്റെപ്പ് കയറി മേലെ പോയി വിളിച്ചിറക്കി കൊണ്ടുവരണം. എന്നാലും പിള്ളേർക്ക് ഭക്ഷണം പോലും വേണ്ട, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതേ നോക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് എന്താ പറയാ, ഒരു നല്ല ചില ഹാബിറ്റ്സ്, ചില ശീലങ്ങൾ അത് ആത്മീയതയുടെ ഭാഗമായി വളർത്തിയെടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഔട്ട്സൈഡ് വേൾഡിൽ നമ്മൾ കുട്ടികൾക്ക് എല്ലാം മേടിച്ചു കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു, മൊബൈൽ ഫോൺ കൊടുത്തു, അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും സ്കൂൾ ബസ് എല്ലാം ആക്കി കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ അവർ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന അവരുടെ സ്ക്രീൻ ടൈമിൽ മുറിക്കകത്ത് കയറി കുറ്റിയിട്ട് കഴിഞ്ഞിട്ട് അവരെന്താണ് ചെയ്യുന്നത്, രാത്രി 11 മണിക്ക് 12 മണിക്ക് ഫോണിൽ എന്താണ് കാണുന്നത്, ആരോടെ ചാറ്റ് ചെയ്യുന്നത്, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കൊറിയൻ യുവാവുമായി ചാറ്റിംഗിലായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പേരൻസ് അറിയുന്നത്. നിങ്ങൾ കണ്ടുകാണ്, നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്, അത് കാണണം നിങ്ങൾ. അതിനകത്ത് ഒരു വീട് പോലീസ് വന്ന് ഒരു രാത്രി 10-11 മണിയായപ്പോൾ പോലീസ് വന്ന് വീട് ഇടിച്ചു പൊളിച്ച് അകത്ത് കയറി ആ വീട്ടിലെ 9 പഠിക്കുന്ന ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പനും അമ്മയും സിബ്ലിങ്സും എല്ലാം ഞെട്ടിപ്പോവുക. ഈ കൊച്ചു എന്ത് പാവമാണ്, 9 പഠിക്കുന്ന പയ്യൻ എന്ത് ചെയ്തു ജെയിനി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക, ജെയ്മി എന്ന് പറഞ്ഞാൽ അവർ അത്ഭുതപ്പെടുക. പക്ഷെ പിന്നീട് അറിയുന്നു അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടീനെ അവൻ കുത്തിക്കൊന്നു. അതിനെന്താ കാരണം? അവന്റെ ഇൻസ്റ്റാഗ്രാമില് അവനിട്ടൊരു പോസ്റ്റിന്റെ അടിയിൽ ഒരു സ്മൈലി ഇട്ടു. ആ സ്മൈലി അവനെ ബുള്ളിങ് ആണെന്നാണ് അവൻ പറയുന്നത്. അപ്പോ പേരൻസിന് അറിഞ്ഞുകൂടാ, ഓരോ സ്മൈലിക്കും അതിനൊരു അർത്ഥമുണ്ട്. അത് നീ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയാത്ത ഒരുത്തരാണെന്നുള്ള മറ്റുള്ള ഒരു സ്മൈലിയാണ്. അത് പേരൻസിന് അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ, ടീച്ചേഴ്സിന് പോലും അറിഞ്ഞൂടെ, പിള്ളേർക്ക് അറിയാം. അവന്റെ വൈരാഗ്യത്തിന്, ആ സ്മൈലി ഇട്ടതിന്റെ വൈരാഗ്യത്തിന്, എന്നെ അപമാനിച്ചു എന്നുള്ള വൈരാഗ്യത്തിന് അവളെ അവനും കൂട്ടുകാരും സ്റ്റാബ് ചെയ്യാണ്, കുത്തിക്കൊല്ലുവാണ്.
അപ്പൊ അത്ര ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമയുടെ അവസാനം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സീനാണ്. ഈ അപ്പൻ അവന്റെ മുറിയിൽ വരികയാണ്. അപ്പൊ നല്ല ഒന്നാന്തര മുറി, ഫസ്റ്റ് ഫ്ലോറിലുള്ള 2ാം നിലയിലുള്ള ഒരു മുറി അവന് കൊടുത്തിരിക്കുന്നു. അവൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഐപാഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് ഈ അപ്പൻ കരഞ്ഞോണ്ട് പറയാണ്, ഐ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ഞാൻ അവന് എല്ലാം നൽകി, പക്ഷെ അവൻ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരുന്ന സ്ക്രീൻ ടൈമിൽ അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നേ, എന്താ ചാറ്റ് ചെയ്തേ, അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല. ഞാൻ അവന്റെ മുറിയിൽ സുരക്ഷിതമാണെന്ന് കരുതി ഞാൻ എല്ലാം കൊടുത്തു. പക്ഷെ അവന്റെ സമയം എങ്ങനെയാണ് സ്ക്രീൻ ടൈമിൽ ഉണ്ടായിരുന്നത് അറിഞ്ഞില്ല. ഞാൻ കുറച്ചുകൂടി നല്ല അപ്പനാകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അപ്പൻ കരയുന്നതാണ് ആ സിനിമയുടെ ലാസ്റ്റ് പാർട്ട്. 5ാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണതയാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ സൂയിസൈഡിലേക്കും ഡിപ്രഷനിലേക്കും കുട്ടികൾ നയിക്കുന്നുണ്ട്. എന്തുമാത്രം സ്റ്റഡികൾ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ കുട്ടികളുടെ മെന്റൽ ഇൽനെസ് പോകുന്നു എന്നതിനെ കുറിച്ച്? ഞാൻ ജസ്റ്റ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ, കൊച്ചി കേരളത്തിൽ ജീവൻ ഒടുക്കിയത് 41 കുട്ടികളാണ്. നിസ്സാര കാര്യങ്ങൾക്ക്. ഈ പെൺകുട്ടി വൈക്കത്ത് ഒരു പാലത്തെ കൂടെ അങ്ങോട്ട് കിടന്നു ഇങ്ങോട്ട് കിടന്നു ഫോണും കൊണ്ട് എടുത്ത് പുഴയിലേക്ക് ചാടുകയാണ്. ഞങ്ങളുടെ കോളേജിൽ പാസ് ഔട്ടായ ഒരു മോനാണ്, ഞങ്ങളുടെ കോളേജിൽ പാസ് ഔട്ടായ മറ്റൊരു മോനാണ്, ഞങ്ങളുടെ ഈ കോളേജിൽ തൊട്ടടുത്തൊരു ഫ്ളാറ്റിൽ താമസിച്ച കുട്ടിയാണ്. ഇത് പാലക്കാട് നടന്ന സംഭവമാണ്. എന്നും ദിനമെന്നോണം പത്രങ്ങളിൽ അമ്മ ഫോൺ മേടിച്ചു വെച്ചതിന്റെ പേരിൽ, എന്താണ് അപ്പൻ ഫോൺ മേടിച്ചു വെച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ എന്റെ ഫ്രണ്ട് ബ്ലോക്ക് ചെയ്തതിന്റെ പേരിൽ, കാമുകി എന്നെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ പേരിൽ, ഇങ്ങനെയൊക്കെ ഫോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി എന്തുമാത്രം കുട്ടികളാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കുട്ടികളുടെ ഇടയ്ക്കുള്ള ആത്മഹത്യ 50% വർദ്ധിച്ചു എന്നാണ് കണക്ക് കാണുന്നത്. അതിന്റെ എണ്ണമൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് 2025 സൂയിസൈഡ് ചെയ്തപ്പോൾ അവൾ എഴുതി വെച്ചത്, എനിക്കിപ്പോൾ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റണില്ല, എനിക്ക് പപ്പയോടും അമ്മയോടൊന്നും മിണ്ടാൻ തോന്നില്ല, എപ്പോഴും ഞാൻ ഫോണിലാണ്, എനിക്ക് എന്റെ ജീവിതം വെടുത്തു, ഇപ്പൊ ഞാൻ ഫോണിനെ മടുത്തു. ആ ആത്മഹത്യാക്കുറിപ്പിന്റെ അവസാനം അവൾ പറയുകയാണ്, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എന്റെ പപ്പയോടും അമ്മയോടും, എന്റെ അനിയത്തിക്ക് ഫോൺ കൊടുക്കരുതേ എന്ന് എഴുതി വെച്ചത് കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷയിൽ 99.99 മാർക്ക് മേടിച്ച 19 ആത്മഹത്യ ചെയ്തു. അവൻ എഴുതി വെച്ചു, എനിക്ക് ഡോക്ടർ ആകണ്ടെന്ന്. ഡോക്ടർ ആകണ്ടെങ്കിൽ ആകണ്ട, ഇത്രയും മാർക്ക് മേടിച്ചിട്ട് ഇവൻ എന്തിനു ആത്മഹത്യ ചെയ്യണം? അതിന്റെ ഉത്തരങ്ങൾ ഫോണിലുണ്ടാവും. അതുപോലെ മറ്റു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊഗ്നേറ്റീവ് ഇമ്പയർമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മശക്തി കുറയുന്നു, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠനത്തെ ബാധിക്കുന്നു, അങ്ങനെ കാര്യങ്ങളാണ്. എന്നാൽ ഇതൊരു നല്ല മാതൃകയാണ്. ഈ പെൺകുട്ടി ഇവള് 3 വർഷം ഫോൺ മാറ്റിവെച്ചു. 3 വർഷം ഫോൺ മാറ്റിവെച്ചിട്ടാണ് അവള് IAS വേണ്ടി പ്രിപ്പയർ ചെയ്ത് IAS നേടി നമ്മൾ കളക്ടറാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫോൺ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനും IAS നേടാൻ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഏതായാലും നോമ്പ് തുടങ്ങിപ്പോയി, ഇനിയുള്ള 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഫോണിന്റെ അകത്ത് ചില ആപ്പുകൾ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം ആകാം, നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ചില ആപ്പുകൾ, നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കത്തില്ലെന്നോ അല്ലെങ്കിൽ അതിനെ അകത്തേക്ക് മാറ്റിയിട്ട് വെക്കുകയോ, അങ്ങനെ കുഞ്ഞു ബേബി സ്റ്റെപ്സ് എടുക്കുക. ഇങ്ങനെ കുഞ്ഞു ബേബി സ്റ്റെപ്സ്, അവൻ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ആറ്റോമിക് ഹാബിറ്റ്സ് ചെറുതായി നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അത് ലൈഫിൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു എക്സ്ട്രാ ബുക്ക് വായിക്കും, അതിന് നോട്ട് എഴുതും, അങ്ങനെയാവാം. അതൊക്കെ നമ്മുടെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കും, മെമ്മറി വർദ്ധിപ്പിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഫോണിൽ വായിക്കുന്ന പോലെ അല്ല, ഒരു പുസ്തകം എടുത്ത് അതിന്റെ മണം അത് കൈ പിടിച്ച് നമ്മൾ പേജുകൾ മറിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ കണക്ടിവിറ്റി കിട്ടും. കഴിഞ്ഞ പേജിൽ എന്തായിരുന്നു, ഇനി അടുത്ത പാരഗ്രാഫ് എന്താണ്, അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ മറിച്ചു നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതെന്തായിരുന്നു, ഇത് നമ്മളെ കണക്ഷൻ എന്താണ്. ഇപ്പൊ ബ്രെയിനിലെ ന്യൂറോൺസ് തമ്മിലുള്ള നെറ്റ്വർക്കിനെ നന്നായിട്ട് ഒരു പുസ്തകം വായിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്ന പറയാം. ഇപ്പൊ ആര് പുസ്തകം വായിക്കുന്നു, ആര് പത്രം വായിക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് നിഷ്ക്രിയമായ ജീവിതശൈലി, അമിതവണ്ണം. എപ്പോഴും ഇങ്ങനെ സോഫയിൽ കയറി കിടന്ന് TV കണ്ടുകൊണ്ടിരിക്കുക, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, തോണ്ടിക്കൊണ്ടിരിക്കുക, ഒരു എക്സസൈസും ഇല്ല. അതുകൊണ്ട് തന്നെ പൊണ്ണത്തടി, പെട്ടെന്ന് തന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ എല്ലാം ബാധിക്കുന്നു. ഓക്കെ, ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിക്കിക്കൊമോറി എന്നാണ്. ഞാൻ ഇപ്പൊ സമയം ആയത് ഞാൻ കണ്ടു, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഹിക്കിക്കൊമോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനിൽ ഉണ്ടായ ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 16, 17, 18, 19 വയസ്സായ ആമ്പിള്ളേര് അവരുടെ മുറിയിൽ വന്നിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. സ്കൂൾ വിട്ട് വന്ന നേരെ മുറിലേക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വന്ന നേരെ മുറിലേക്ക് പോകുന്നു. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയോടും അമ്മയോടും ഒന്നും മിണ്ടാനില്ല. എന്താ മിണ്ടാനുള്ള അവർ ചോദിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം പോലും എടുത്ത് മുറിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഈ കഴിഞ്ഞ അവധിക്ക് ഓസ്ട്രേലിയയിലും അതുപോലെ ചില രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പോകാനിടയായി. അവിടെ പല വീടുകളിലും പോകാനിടയായി. ഇതുപോലുള്ള ഹിക്കിക്കൊമോറികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അവർ 2ാം നിലയിൽ അവരുടെ മുറി ഇരിക്കുകയാണ് ആമ്പിള്ളേര്. എന്നിട്ടും കൂടെ ഒന്ന് ഇറങ്ങി വന്ന് മിണ്ടാ
വന്നെന്ന് ചോദിക്കാനോ അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അവര് മേലെ നോക്കി ഹായ് കയറിപ്പോകും. ഇതാണ് ഹിക്കിക്കൊമോറി പറയാ. ഹിക്കിക്കൊമോറി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതായത് മുതിർന്ന പോലെ ആൾക്കാരുടെ മുൻപി ഒരു ഷാബിയായി ഇല്ല, എല്ലാം വാരി വലിച്ചിട്ട് ഭക്ഷണവും മുറി പോയി കഴിച്ചിട്ട് എന്താ പറയാ യോടോ പപ്പയോടോ അമ്മയോടോ മുത്തശ്ശനോടോ ഒന്നിക്കകത്ത് കയറി എന്തോ നോക്കി ഇങ്ങനെ ഇരിക്കും. അത് ജപ്പാനിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ഗാഡ്ജസിന് അടിമയായ കുട്ടികൾ, കൗമാരക്കാര്. അത് പതിയെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ വാക്കാണ് ഹിക്കിക്കൊമോറി എന്ന് പറയുന്നത്. ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ്. അതെന്താണ് പ്രശ്നങ്ങൾ എന്ന് പറയും. ടെക്സ് നെക്ക്, ഇങ്ങനെ കുനിഞ്ഞിരുന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് കഴുത്തിന്റെ ഇവിടെ വേദന എടുക്കുക, ആ വേദന കൈയുടെ ഇങ്ങോട്ട് വ്യാപിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. വിഡ്രോവൽ സിംറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഫോൺ മേടിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. അതുകൊണ്ട് ഫോൺ പെട്ടെന്ന് മേടിച്ചു വെക്കരുത്. ഇത് കേൾക്കുന്ന പേരൻസിനോട് ഞാൻ പറയാണ്, ക്ലാസ് കേട്ടിലെ എല്ലാവരും ഫോണോട് കൊണ്ടുവന്ന് അങ്ങനെ പെട്ടെന്ന് ചെയ്യരുത് കുട്ടികൾ. കാരണം കള്ളു കുടിച്ചിട്ട് കള്ളുടിയന്മാർ കള്ളുടി പെട്ടെന്ന് നിർത്തും വിറക്കുന്ന പോലെ നമുക്ക് മൈൻഡ് പറ്റത്തില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് ഈ ഫോൺ ഉപയോഗിക്കൽ നിർത്താൻ പാടില്ല. അത് ഘട്ടം ഘട്ടമായാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓർക്കണം. ഫോൺ അമ്മ മേടിച്ചപ്പോഴത്തേക്കും കടന്ന് കാറി പൊളിക്കുകയാണ്. ഓക്കെ, അടുത്തേക്ക് വരാൻ ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. എന്തേലും പേരാണ് പത്ര സൂയിസൈഡ് ചെയ്ത വാർത്തകൾ, ഈ മോന് അപ്പനെ അടിച്ചു കൊന്നത്, വായനാശേഷിയിൽ കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ന്യൂറോ ബയോളജിക്കൽ മാറ്റങ്ങൾ, മസ്തിഷ്കത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു, ഓർമ്മശക്തി കുറയുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ജെൻ സി കഴിഞ്ഞ ജെൻ AI വന്നിരിക്കുകയാണ്. എന്താണ് പിള്ളേരെല്ലാവരും അല്ല എപ്പോഴും ചാറ്റ് GPT-യിലും ജെമിനിലും ചെയ്യുവാണ്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ, MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയൊരു പഠനമുണ്ട്. ആ പഠനം അനുസരിച്ച് അവർ പറയാണ് 30 കുട്ടികൾ ചാറ്റ് GPT കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന അസൈൻമെന്റ് എല്ലാം ചാറ്റ് GPT-യിൽ AI വെച്ച് എഴുതുന്ന കുട്ടികൾ, 30 കുട്ടികൾ AI ഉപയോഗിക്കാത്ത കുട്ടികൾ. ഈ 2 വിഭാഗം കുട്ടികളെയും ഒരു ബ്രെയിൻ ആ സ്റ്റഡി നടത്തി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് അമ്പരപ്പിക്കുന്നതായിരുന്നു. എന്താണെന്നറിയാമോ, കുരങ്ങിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും. ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, നമ്മുടെ കല, സാഹിത്യം എല്ലാം ഉള്ളത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലാണ്. ഓക്കെ, എന്നാൽ നിരന്തരമായി AI ഉപയോഗിച്ച് അസൈൻമെന്റുകളും ചെയ്ത് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാതെ എല്ലാം AI കൊണ്ട് എഴുതിയിട്ട് അത് നോക്കി കോപ്പി അടിച്ചു കൊണ്ടുപോകുന്ന പിള്ളേർക്ക് അവരുടെ ബ്രെയിനിന്റെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ഭാഗത്ത് നിന്ന് സിഗ്നലുകൾ വളരെ വീക്കായിരിക്കുകയാണ്. എന്നാൽ AI ഇല്ലാതെ സ്വന്തമായ ഭാഷ കൊണ്ട് എഴുതിയ പിള്ളേർക്ക് തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്നും പവർഫുൾ ആയ സിഗ്നലുകൾ വരിക. കാരണം പറയുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ AI എപ്പോഴും അത് മാത്രം ഉപയോഗിക്കുന്ന പിള്ളേർക്ക് ഓർമ്മശക്തി കുറയും. എല്ലാം ചാറ്റ് GPT കൊണ്ട് അസൈൻമെന്റ് എഴുതുക, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓർമ്മശക്തി കുറയും. നമ്മളെപ്പോഴും ഇതിനെ സഹായമായിട്ട് മാത്രം കരുതുക. എല്ലാം അതുകൊണ്ട് തന്നെ എഴുതി കോപ്പി അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വേറൊരു വിഷയമാണെങ്കിൽ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കായിട്ട് തന്നെ പോകണം. പിന്നെ ആരും നോ എന്ന് പറയാൻ പറ്റണില്ല, ഫോൺ എടുക്കണെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ശക്തി കുറയും. ഫോമോ വാലിഡേഷൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുവാണ്. അമിതമായി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതോട് പറയാം. ഒന്ന്, പ്രിയപ്പെട്ടവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. എപ്പോഴും ഫോണിലാണ് എന്ന് നിങ്ങളുടെ പേരൻസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല, എപ്പോഴും സ്ക്രീനിലാണ്. അതിന്റെ ഒരു ലക്ഷണം എന്താണ്? നിങ്ങൾക്ക് അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. വീട്ടിലെയും സ്കൂളിലെയും ജോലികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കാതിരിക്കുക. പഠിക്കുമ്പോൾ ഫോൺ അടുത്ത് വെക്കുകയും ഓരോ 5 മിനിറ്റിൽ നോട്ടിഫിക്കേഷൻ നോക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒറ്റപ്പെടുക. ചേട്ടനോടോ ചേച്ചിയോടോ അനിയനോടോ അനിയത്തിയോടോ പപ്പയോടോ അമ്മയോടോ ഒക്കെ മിണ്ടാനും ഒരുമിച്ച് കളിക്കാനും ഒന്നും താല്പര്യമില്ല. ഇതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുക. ഫോൺ ഉപയോഗം തടസ്സപ്പെട്ടാൽ ദേഷ്യപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്യുക. ഫോൺ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഉറക്കത്തിൽ 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഫോൺ നോക്കുക. ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോവുക. ബോറടിക്കുമ്പോൾ അപ്പം തന്നെ ഫോണിന് വേണ്ടി കൈ നീട്ടുക. വെറുതെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മെസ്സേജ് വന്ന് അപ്പം തന്നെ മറുപടി അയക്കാൻ തോന്നുക. ഫോൺ നോക്കി ഭക്ഷണം കഴിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫോൺ അഡിക്റ്റ് ആണ് എന്നതിന് സംശയമില്ല. നിങ്ങൾക്ക് ചികിത്സ ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ചികിത്സ? വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഈ വരുന്ന വിശ്വാസോത്സവത്തിന് ഒരു ദിവസം വിശ്വാസോത്സവത്തിന്റെ തീം
മൊത്തം തന്നെ ഇത് തന്നെ എടുത്തിട്ടോ, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കാറ്റഗിസത്തിന്റെ ഒരു തീമായി ഡിജിറ്റൽ ആത്മീയത എന്ന് പേരിടുക, അങ്ങനെ എടുത്തിട്ടോ ഈ ഇതിന് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചില കേർഡ്സുകൾ, ഡിജിറ്റൽ മര്യാദകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളൊരു കാര്യം അറിയണം, ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, അവരുടെ മക്കൾക്ക് ഇത് കൊടുത്തിട്ടില്ല. സ്റ്റീവ് ജോബ്സ് ഐപാഡ് അവന്റെ മകൻ ഐപാഡിൽ എപ്പോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റീവ് ജോബ്സ് അത് മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു 16 വയസ്സ് കഴിയാതെ നിനക്ക് തരത്തില്ല. ഇന്ന് ഓസ്ട്രേലിയയിലൊക്കെ 16 വയസ്സ് കഴിഞ്ഞ് മുന്നുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പോലും നിയമ നടപടിക്ക് വിധേയമാക്കുന്ന രീതിയിൽ നിയമങ്ങൾ പല രാജ്യങ്ങളും കൊണ്ടുവന്നു. സ്കാൻഡിനേവിയൻ കൺട്രികളൊക്കെ ഇതിൽ വളരെ വളരെ വികസിത രാജ്യങ്ങൾ തിരിച്ചുപോക്ക് തുടങ്ങിയിരിക്കുക. അവന് പറയുന്നതാണ് ഡിജിറ്റൽ ഡീടോക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മിനിമലിസം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പിക്നിക്ക് പോകുമ്പോൾ, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് യാത്ര പോകുമ്പോൾ അപ്പന്റെ ഒരു ഫോൺ മാത്രം അത്യാവശ്യത്തിന് എടുക്കും, ബാക്കി എല്ലാവരും ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോകും. ഇന്നൊരു ദിവസം നമുക്ക് ഫാമിലിക്ക് ഒരുമിച്ചുള്ള സമയമാണ്, നമ്മൾ ഫോണും കൊണ്ട് പോകുന്നില്ല. നമ്മുടെയൊക്കെ പല വീട്ടിൽ നമ്മൾ പിക്നിക്ക് പോകുമ്പോൾ എന്താണ്, എല്ലാവരും കാറിൽ കയറി എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുകയാണ് അല്ലെ. അതിന് പറയുന്ന ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിന്, ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് അല്ല. നമുക്കൊരു പുതിയ മുദ്രാവാക്യം കൊണ്ടുവരണം, ഔട്ട് സ്മാർട്ട് യുവർ സ്മാർട്ട് ഫോൺ. എന്റെ സ്മാർട്ട് ഫോണിന്റെ സ്മാർട്ട്നെസ്സിനെ ഞാൻ ഔട്ട് സ്മാർട്ട് ചെയ്യണം. ഞാനാണ് സ്മാർട്ട്, എന്റെ ഫോൺ അല്ല സ്മാർട്ട്. ഇപ്പോൾ ഫോൺ സ്മാർട്ട്, നമ്മൾ അവന്റെ അടിമയാണ്. എന്നാൽ നമ്മൾ സ്മാർട്ട് ആകണം. ഇവനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന്റെ ഉള്ളിൽ ഇച്ഛാശക്തി, വിൽ പവർ നമുക്ക് വേണം. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഞാൻ കുറെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുപോയി, സമയമായതുകൊണ്ട് നിർത്തുവാണ്. എനിക്ക് ആക്ച്വലി ഇനി ഒരു 1.5 മണിക്കൂർ കൂടെ വേണം. എനിക്ക് ഞാൻ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്ന നല്ലൊരു വിഷയം കൂടി പറയാനുണ്ട്. സ്പിരിച്വൽ ഇന്റലിജൻസ് ഏറ്റവും അധികമായി കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്പിരിച്വൽ ഇന്റലിജൻസ് ആണ്. ഞാനത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. ഇതുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ പറയാ, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യം കിട്ടും. ഞാൻ ഏറ്റവും അധികം പഠിപ്പിച്ച കുട്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ എന്താണ്, ജെമിമ റോഡ്രിഗസ് എന്ന് പറഞ്ഞ അവള് ക്രിക്കറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവള് പറഞ്ഞു അവളെന്തോ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നീ എന്താ പിറുവിറുത്തോണ്ടിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട, ശാന്തമാവുക, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. ആ വചനമാണ് ഞാൻ ഉരുവിട്ടത്. ആ ലോകത്തിന്റെ എല്ലാം മുന്നിൽ അവള് ഇന്ത്യ സെമിഫൈനലിൽ ജയിപ്പിച്ച് ഫൈനലിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവളത് പറഞ്ഞു. അതുപോലെ ഇന്നലെ നിങ്ങൾ കണ്ടു, സഞ്ജു സാംസൺ മുട്ടുകുത്തി കുരിശ വരച്ച് ലോകത്തെ കാണിച്ചു. അപ്പൊ ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ ഇതിന് പറയുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസ് എന്നാണ്. നമ്മുടെ ബുദ്ധിശക്തി, IQ കൊണ്ട് മാത്രം ജീവിതത്തിൽ നിന്ന് വിജയിക്കാൻ പറ്റത്തില്ല. നമ്മളെ സഹായിക്കുന്ന, താങ്ങുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം ഉണ്ടെങ്കിൽ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും പിടിച്ചേക്കാൻ വേണ്ടി പറ്റും. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം 2 വർഷത്തിനുള്ളിൽ 40,000 പേരാണ് വായിച്ചത്. അത് അജ്ന ജോർജ് എന്ന് പറയുന്ന കുട്ടിയാണ്. ഞാൻ അവളെ കോളേജിൽ 2 വർഷം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവളുടെ ആത്മീയ പിതാവായിരുന്നു. അവളുടെ മതസംസ്കാരത്തിന് എനിക്ക് പ്രസംഗം പറയാൻ വേണ്ടി ഭാഗ്യം കിട്ടി. അവളെ കുറിച്ച് ദിവ്യകാരണത്തിന്റെ വാനമ്പാടി എന്ന് പറഞ്ഞ പുസ്തകം എഴുതാൻ ഭാഗ്യം കിട്ടി. ഞാൻ ഇവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിർത്തുവാണ്. നിങ്ങൾക്ക് അവളുടെ കഥ അറിയാം മിക്കവർക്കും പേർക്ക്. അതായത് കോളേജിൽ ഏറ്റവും മിടുക്കത്തിയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റ് ക്ലിയർ ചെയ്തു. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ രാജഗിരി കോളേജിൽ ടീച്ചറായി ജോലി കിട്ടി. ആ ജോലി കിട്ടി എന്നുള്ള വാർത്ത രാവിലെ ഒരു 10 മണിയായപ്പോൾ അറിഞ്ഞു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അപ്പച്ചൻ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പച്ചൻ വരുന്നത് അവൾക്ക് താടിയെല്ലിന് സർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ആണെന്ന വാർത്തയുമായിട്ടാണ്. പക്ഷേ ആ ക്യാൻസർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, അവളുടെ മുഖം ഇതുപോലെ ആയിപ്പോയി അവസാന നാളുകളിൽ. പക്ഷേ ഒരു ദിവസം പോലും അവൾ കുർബാന മുടക്കിയിട്ടില്ല. ഒരു ദിവസം പോലും അവൾ പരാതി പറഞ്ഞിട്ടില്ല. ആ 5 വർഷം അവള് 4-5 സർജറികൾ അവളുടെ പുറത്തും ദേഹത്തും താടിയിൽ നടന്നിട്ട് അവൾ ആ ഒരു ദിവസം പോലും വിശ്വകുർബാന മുടക്കിയില്ല. ഇതുപോലെ വായിക്കോടെ ഒന്നും കഴിക്കാൻ പറ്റാതെ ആയിരുന്ന സാഹചര്യത്തിൽ പോലും പള്ളിയിൽ രാവിലെ ചട്ടിച്ചട്ടി പോയിട്ട് 7 മാസം വായിക്കോടെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത സമയത്ത് വയറ് തുളച്ചൊരു ട്യൂബിന്റെ അകത്തോടി പള്ളിയിൽ പോയി വിശ്വകുർബാന സ്വീകരിച്ച് 1/2 ഗ്ലാസ് വെള്ളത്തിന്റെ അകത്ത് ഈശോയിട്ട് വിരലുകൊണ്ട് ഇളക്കി അലിയിപ്പിച്ച് അത് ഒഴിച്ച് ആ ഈശോനെ അങ്ങനെ ട്യൂബിലൂടെ ഒഴിച്ചു കൊടുത്ത് കുർബാന സ്വീകരിച്ച് മരിക്കുന്ന അന്നും 2 മണിക്ക് 3 മണിക്ക് മരിക്കുന്നു, 2 മണിക്ക് കുർബാന സ്വീകരിച്ച് മരിക്കുമ്പോൾ അവൾ എപ്പോഴും പറയുമായിരുന്നു, എന്താണ്, ഞാൻ അവളുടെ അമ്മ അവളുടെ ഡയറി എനിക്ക് തന്നു. ആ ഡയറിക്കകത്ത് അവൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതി വെച്ചു, പ്രത്യാശിക്കാനും അവലംബിക്കാനും ലോകത്തിൽ ഒന്നുമില്ലാതെയായാലും, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയായാലും, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വന്നാലും, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന, തന്നെ ആശ്രയിക്കുന്നവരെയും അവസാനം വരെ പിടിച്ചെടുക്കുന്നവരെയും എന്നും കാക്കുന്ന, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ ദിനവും ഓർമ്മിപ്പിക്കുന്നു ദിവ്യകാരുണ്യം. അപ്പൊ ആ ഒരു ഇതിന് പറയുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസ്, ആത്മീയ ബുദ്ധി എന്നാണ്. നമുക്ക് ഭൗതികമായ ബുദ്ധി എത്ര ഉണ്ടെങ്കിലും ലൈഫിലെ ചില ഇതുപോലെയുള്ള സഹനങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ മുന്നിൽ ചത്തുകളയാം എന്ന് തോന്നും. പക്ഷേ ഈ ഭൂമിയിൽ എന്നെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ടെന്നും അതിനപ്പുറം, മരണത്തിനപ്പുറം ജീവിതം ഉണ്ടെന്നും ഒക്കെ, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടെന്നും
എല്ലാ സഹനങ്ങൾക്കും ഒരു അർത്ഥം ഉണ്ടെന്നും ഒക്കെയുള്ള ബോധ്യമാണ് ആത്മീയ ബുദ്ധി. കാറ്റക്കിസം ടീച്ചറ് കാറ്റക്കിസം ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭൗതിക ബുദ്ധിയല്ല, പിന്നെ എന്താണ്? ആത്മീയ ബുദ്ധിയാണ്. അതുകൊണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ആത്മീയ ബുദ്ധി. നോക്കൂ, ഇത് അജ്ന ജോർജിന്റെ ബയോഡേറ്റയാണ്. ഞാനിവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അവൾ എൻ്റെ അടുത്ത് എന്നെ കൂടി റെക്കമെൻഡേഷൻ മേടിച്ചിട്ടാണ് അവൾ കോളേജിൽ അപ്ലൈ ചെയ്തത്. അവൾക്ക് രാജഗിരി കോളേജിൽ കിട്ടിയതാണ്. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബയോഡേറ്റയ്ക്കകത്ത് നിങ്ങൾ നോക്കൂ, ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്ന ഡ്രീം ചെയ്യുന്ന മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. SSLCക്ക് 96.4%, SSLCക്ക് ഫുൾ A+, +2 96.4%, BCOമിന് 92%, MCOമിന് 86%, 4 തവണ നെറ്റ് എഴുതി ക്ലിയർ ചെയ്തു. ഗോൾഡ്മാൻ സാക്സിൽ ബാംഗ്ലൂർ ജോലി കിട്ടി. ഇങ്ങനെ 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 നന്നായിട്ട് പാട്ടുപാടും, നന്നായിട്ട് ആങ്കർ ചെയ്യും, എല്ലാ കഴിവുകളും ഉണ്ട്, സിദ്ധികളുണ്ട്. പക്ഷേ ഇതെല്ലാം വെറുതെയായി പോയേനെ. എന്താണ്? അവൾക്ക് ഒരു കാര്യം കൊടുക്കാൻ അവളുടെ പേരൻസ് മറന്നു പോയിരുന്നെങ്കിൽ അതെന്താണ്? ആഴമേറിയ ദൈവവിശ്വാസം. ആ ആഴമേറിയ ദൈവവിശ്വാസം കൊടുക്കാതെ ബാക്കി എന്തെല്ലാം പഠിപ്പുകളും ബാക്കി എന്തെല്ലാം മെഡലുകളും ബാക്കി എന്തെല്ലാം നേട്ടങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ജീവിതം ഇന്ന് ആരും അറിയാതെ പോയേനെ. പക്ഷെ ആദ്യമായും അധികമായും അവൾക്ക് ഈശോയുമായുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു സ്പിരിച്വൽ ഇന്റലിജൻസ്, ആത്മീയ ബുദ്ധി, അതിൽ അവൾ ഏറ്റവും അഗ്രഗണ്യായിരുന്നു. ഭൗതിക ബുദ്ധിയേക്കാളും അഗ്രഗണ്യായിരുന്നു ആത്മീയ ബുദ്ധിയിൽ. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് എല്ലാവരും പറയാണ്, ഈ പെൺകുട്ടിയാവുമോ കേരളത്തിന്റെ അടുത്ത വിശുദ്ധ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ഭുതമില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ഒത്തിരി മെഡിക്കൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചു എന്നതിലായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്നത്. വരപ്പുഴ അതിരൂപത അവളെ കുറിച്ചൊരു പുസ്തകം എഴുതി, ഈശോ കൊച്ച്. ഞാൻ അവളെ കുറിച്ച് എഴുതിയ പുസ്തകം ദിവ്യഗാനത്തിന്റെ വാനമ്പാടി എന്ന് പറഞ്ഞ പുസ്തകം. അവൾ മരിച്ചിട്ട് 2 വർഷത്തിനുള്ളിൽ അവളെ കുറിച്ച് 4 പുസ്തകമാണ് ഇറങ്ങിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങളിനെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് അവരുടെ IQ-ലേക്ക് ഒന്നില്ല നിങ്ങൾ നിറച്ചു കൊടുക്കുന്നത്, അവരുടെ SQ സ്പിരിച്വൽ കോഷന്റിലേക്കാണ്. അതൊരിക്കലും വ്യർത്ഥമല്ല. അത് ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ ആ ഡിജിറ്റൽ ആത്മീയത എന്ന് പറയുന്ന വിഷയം കൂടി നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം, ഇത് എന്റെ ഫോൺ നമ്പറാണ്, നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. ഈ ഒരു ഡിജിറ്റൽ വെൽനസ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഒരു പാഠപുസ്തകം പോലെ ഉപയോഗിക്കാവുന്നതാണ്. സ്മാർട്ട് ഫോൺ യുഗത്തിൽ പുതുതലമുറയ്ക്ക് ഒരു ഗൈഡ് എന്ന് അതിന്റെ പേര്. ഇൻഫാക്ട് ഇതിന്റെ വില 250 രൂപയാണ്. ഇതിന്റെ നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള വില. കാറ്റക്കിസം ടീച്ചേഴ്സിന്, കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റിന് എന്നോട് പുതിയാത്തച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തു, നമുക്കിതിന് ചില മുടക്കുന്ന പൈസ തന്നാൽ മതി. അതായത് ഇതിന് 250 രൂപയുടെ പുസ്തകം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകകളിലോ രൂപതകളിലോ നമുക്ക് തരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്റെ നമ്പർ നോട്ട് ചെയ്യുക. ഞാനിത് എന്താ പറയാ, ഇത് കളറാണ് മൊത്തം നിങ്ങൾക്കറിയാം, 140 പേജ് കളർ പുസ്തകം അടിക്കണമെങ്കിൽ നല്ല കോസ്റ്റ് ഉണ്ട്. നമ്മൾ അതിന് ചെലവാകുന്ന ആ പൈസ ആണ് നിങ്ങൾ മേടിക്കുന്നുള്ളൂ. 250 രൂപയുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടുന്ന പുസ്തകം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. കാരണം ഇത് എനിക്കൊരു വലിയ സേവനമായിട്ട് ഞാൻ കരുതുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ രാത്രി നമ്മൾ ഒരുമിച്ചിരുന്നു. ഞാനിങ്ങനെ ഇത്രയും നേരം നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കുടിക്കാൻ പോലും ഞാൻ മറന്നുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് പോകാൻ തിരക്കില്ലാത്ത കുറച്ച് പേര്, മടുത്തിട്ടില്ലാത്ത കുറച്ച് പേര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുവേണ്ടിയുള്ള ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾ നിങ്ങളുടെ രൂപതയും ഇടവകയും പറയണം. നിങ്ങളുടെ ഇടവകേനെ ഞങ്ങൾക്കെല്ലാം അറിയാനുള്ള ഗോൾഡൻ ചാൻസ് ആണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ക്ലാസ്സിന് താങ്ക് യു സോ മച്ച്. കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ക്ലാസ് അച്ഛൻ എടുത്തതിൽ പ്രത്യേകം സന്തോഷവും നന്ദി അറിയിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടൊരു നന്ദി അർപ്പണം നടത്തുക എന്നതിനായിട്ട് കമ്മീഷന്റെ അൽമായ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ കമ്മീഷന്റെ അംഗം കൂടിയായ ശ്രീ ബോബൻ ക്ലീറ്റസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വിശേഷിച്ചിരിക്കട്ടെ. വിശേഷിച്ചിരിക്കട്ടെ. ഈ പല ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ഡിജിറ്റൽ വെൽനസിനെ ഈ ഡിജിറ്റൽ ഫെയ്ത്ത് ഫോർമേഷന്റെ പല ക്ലാസ്സുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, നോട്ട് കുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ക്ലാസ് തുടക്കം തൊട്ട് നമുക്ക് നോട്ട് കുറിക്കാൻ ശ്രദ്ധ മാറ്റാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായിട്ട് റിയൽ ലൈഫിലെ കാര്യങ്ങൾ നെറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതിന് വിശ്വാസപരിശീലന കമ്മീഷന്റെ പേരിലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും അച്ഛനെ അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ജിജു അറക്കത്തറ അച്ഛനെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദിയും അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും വിശ്വാസ പരിശീലന കമ്മീഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിന്റെ അമരക്കാരനായിട്ട് ഞങ്ങളോടുകൂടെ ചേർന്ന് ഞങ്ങളോട് നിൽക്കുന്ന മാത്യു അച്ഛനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു
രാത്രി ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരമായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും ഇനിയും സാബുച്ചന്റെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ പ്രചോദനാത്മകമായ ഈ ക്ലാസ് ഇനിയും തുടർച്ചയായിട്ട് ഇനിയും ഉണ്ടായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.